നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര രാമകൃഷ്ണദേവ സന്തോഷിക്കണേ ഭഗവാനെ. ധർമ്മത്തിൻ്റെയും ഭക്തിയുടെയും ഒക്കെ കഥ പറയാനുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതാനും നിമിഷങ്ങൾ സംസാരിക്കാനൊരു അവസരം കിട്ടിയതിൽ മനസ്സ് നിറഞ്ഞ സന്തോഷം. ഒരു ഡിഗ്രി വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ അമ്മയുടെ സംഭാഷണങ്ങൾ എനിക്ക് ഭഗവാന്റെ സംഭാഷണങ്ങളെക്കാട്ടും കൂടുതൽ റിലേറ്റ് ചെയ്തിരുന്നു ചെറുപ്പത്തിൽ. പ്രത്യേകിച്ചിട്ട് ഒരു ചൂലെടുത്തിട്ട് വൃത്തിയായിട്ട് വീടിൻ്റെ മുറ്റം തൂത്തുവാരുന്നതാണ് യഥാർത്ഥത്തിലുള്ള സാധന എന്ന് അമ്മ പറയുന്നതൊക്കെ. അല്ലെങ്കിൽ എങ്ങനെ ജപിക്കണം എന്നുള്ളതിന് അമ്മ വീട്ടിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ജീവിതത്തിൽ പകർത്താൻ വളരെ ചെറുപ്പത്തിൽ ഞാൻ ശ്രമിച്ചിരുന്നു. ഒരു കാലഘട്ടത്തിൽ എൻ്റെ അമ്മ ഏകദേശം അമ്മയുടെ 2ാം ക്ലാസ് വരെ 3ാം ക്ലാസ് വരെ പഠിച്ചത് പുറനാട്ടുകര ശ്രീരാമകൃഷ്ണൻ ആശ്രമം സ്കൂളിലായിരുന്നു. അമ്മയുടെ വല്യച്ഛൻ, അച്ഛൻ്റെ ജ്യേഷ്ഠൻ കൃഷ്ണൻകുട്ടി നായർ എന്ന് പറയും, അദ്ദേഹം ശ്രീരാമകൃഷ്ണ മഠം സ്കൂളിൻ്റെ ഹെഡ് മാഷായിരുന്നു അനവധി വർഷം. എൻ്റെ കുട്ടിക്കാലത്തെ മഹാഭാഗ്യങ്ങളിലൊന്നാണ് മൃഡാനന്ദ സ്വാമിജി, ചക്രാനന്ദ സ്വാമിജിയൊക്കെ മടിയിലിരിക്കാനുള്ള, അല്ലെങ്കിൽ അവരുടെ ഉപദേശങ്ങളൊക്കെ അന്ന് എട്ടും പൊട്ടൊന്നും മനസ്സിലാവില്ലെങ്കിൽ പോലും കേട്ടുകൊണ്ടിരിക്കാനും. പിന്നീട് വളരെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വാമിജി പാലക്കാട് വിജ്ഞാനരമണി ആശ്രമത്തിൽ വന്നപ്പോൾ മൃഡാനന്ദജി വിവേകാനന്ദ സൂക്തങ്ങളുടെ മുകളിൽ ഒരു ചുണക്കുട്ടിയായിട്ട് നീ വളരുക എന്ന് എഴുതിയിട്ട് എനിക്ക് അത് തന്നു. ഇന്നലെ വിജ്ഞാനരമണി ആശ്രമത്തിൽ വരുന്ന 5-ാം തീയതി മൃഡാനന്ദജിയുടെ അനുസ്മരണ പ്രഭാഷണം നടത്താൻ എന്നെ ക്ഷണിച്ചു. പക്ഷെ ഗുരുവായൂരപ്പൻ എന്നെ ഗുരുവായൂർ തളച്ചിട്ടിരിക്കുന്ന ദിവസങ്ങളായതുകൊണ്ട് ഞാനത് എനിക്ക് വളരെ സങ്കടത്തോടു കൂടിയിട്ട് ഒഴിയേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, നന്ദാത്മാനന്ദ സ്വാമിജി ഇങ്ങനെ ഒരു ഭാഗ്യം തന്നിട്ടുണ്ട് ഇവിടെ വരാൻ. ഈ ബിൽഡിങ്ങും അതെ, കാരണം ഞാൻ ഈ ബിൽഡിങ്ങിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഈ മുകളിലുള്ള പുസ്തക കട എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ ഇവിടെ വന്ന ആരും ഉണ്ടാവില്ല, നല്ല സുഖമാണ്. ഞാനിങ്ങനെ പ്രത്യേകിച്ച് മുതുവറ പ്രഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഞാൻ ഇവിടെ വന്ന് 1-1.5 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോവുക. ഈ വഴിക്ക് വരുമ്പോഴൊക്കെ ഞാൻ വരുന്ന ഒരു കെട്ടിടമാണ്. അപ്പം ശ്രീരാമകൃഷ്ണനും ശ്രീരാമനും തമ്മിലുള്ളൊരു ബന്ധം എന്താണെന്നുള്ളത് വളരെ കാലമായിട്ട് കൃഷ്ണനും ശ്രീരാമകൃഷ്ണദേവനും, രാമനും ശ്രീരാമകൃഷ്ണദേവനെയും ഈ താരതമ്യ പഠനം നടത്തുക എന്നുള്ള ഒരു ഹോബി വളരെ ചെറുപ്പത്തിലുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ ടോപ്പിക്കുകൾ പറയാനൊക്കെ ഭഗവാൻ അവസരം തന്നിട്ടുണ്ടെങ്കിലും ധാരാളം പ്രഭാഷണങ്ങളിൽ ശ്രീരാമകൃഷ്ണദേവനെ നിർലോഭം കോട്ട് ചെയ്ത് പോകാറുണ്ടെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമിയെ കോട്ട് ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ, ഈവൻ ശാരദാനന്ദ സ്വാമി, ബ്രഹ്മാനന്ദ സ്വാമി, രാമകൃഷ്ണാനന്ദ സ്വാമി, അഖണ്ഡാനന്ദ സ്വാമി, ഞാൻ ഈവൻ സംഘവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങിൽ വരെ പറഞ്ഞു, സംഘത്തിൻ്റെ സ്ഥാപകന് കിട്ടിയ മന്ത്രം ശ്രീരാമകൃഷ്ണൻ്റെ പരമ്പരയിൽ നിന്നാണ്. അഖണ്ഡാനന്ദ സ്വാമിയാണ് ഗോൾവാൾക്കർക്ക് കാളിമന്ത്രം ഉപദേശിച്ചു കൊടുത്തത്. അപ്പോൾ അത്രയ്ക്ക് പോലും ഞാൻ പറഞ്ഞിട്ട് പോലും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ പറയാനൊരു വേദി ഇതുവരെ കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇതൊരു കോംപ്രിഹെൻസീവ് ടോക്കൊന്നുമല്ല, ഇത് കടൽ പോലുള്ളൊരു വിഷയമാണ്. ഉള്ള സമയത്തിൽ ചുരുക്കി നമുക്ക് അവരെ രണ്ടുപേരെയും ഒന്നായി കണ്ട് ധ്യാനിക്കാനൊരവസരം. അല്ലാതെ ഇപ്പോൾ ഇതിലെ ഫാക്റ്റും ഫിഗറും കാണാപ്പാടം പഠിച്ചിട്ടും ഒന്നും നമുക്ക് കാര്യമില്ല. ഇരിക്കുന്ന നേരം ആ കിട്ടുന്ന 40 മിനിറ്റ് അല്ലെങ്കിൽ 50 മിനിറ്റ് നമ്മൾ ധ്യാനിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ സ്വാമിജി എൻ്റെ അടുത്ത് വിഷയം ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം തന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഈ വിഷയം സമർപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ശൈലിയിൽ അദ്ദേഹം അതിനെ, ഞാൻ വെറും ശ്രീരാമനും ശ്രീരാമകൃഷ്ണൻ എന്ന് മാത്രം എഴുതിയാണ് കൊടുത്തത്. അപ്പോൾ സ്വാമിജി അതിനെ അങ്ങോട്ട് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് രാമായണത്തിലെ ശ്രീരാമനും കലിയുഗത്തിലെ ശ്രീരാമകൃഷ്ണനാക്കി. അത് 2 കാലഘട്ടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പോയിന്റ് കണ്ടെത്തേണ്ടതിലേക്ക് എന്നെ നിർബന്ധിതനാക്കി. ഞാനൊരു കമ്പാരിസൺ മാത്രമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ സ്വാമിജി അങ്ങനെ ടോപ്പിക് ആക്കിയപ്പോൾ ഈ രാമായണ കാലം എന്ന് പറയുന്ന ത്രേതായുഗ കാലവും ഈ കലിയുഗ കാലവും തമ്മിൽ ഒരു ക്രോസ് സെക്ഷൻ വരുന്ന, ഒരു മീറ്റിംഗ് പോയിന്റ് വരുന്ന ഒരു പോയിന്റ് കണ്ടെത്തണം എന്നുള്ള ഒരു ആവശ്യം കൂടെ വന്നു. ഇവർ വാസ്തവത്തിൽ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം ഇരിക്കുന്നത് ആ ഇൻ്റർസെക്ഷനിലാണ്. രണ്ടുപേരുടെയും കാലം വേറെയാണ്, ജീവിത സാഹചര്യങ്ങൾ വേറെയാണ്. ശ്രീരാമസ്വാമി ഒരു രാജകുമാരനായിരുന്നു. ശ്രീരാമകൃഷ്ണൻ ദക്ഷിണേശ്വരത്തിലെ ഒരു സാധാരണ ക്ഷേത്ര പൂജാരിയായിരുന്നു. കാലഘട്ടങ്ങളൊക്കെ മാറ്റി വയ്ക്കാം നമുക്ക്. ഒരാൾ അയോധ്യയുടെ രാജാവും ചക്രവർത്തിയും ഒക്കെ ആയിട്ടാണ് ജീവിച്ചത്. മറ്റൊരാൾക്ക് സ്വന്തമായിട്ട് വീട് പോലും ഉണ്ടായിരുന്നില്ല.
എന്നിട്ടും ഇരുവരുടെയും ജീവിതത്തിൽ കൂടെ ഈ പുണ്യമായിട്ടുള്ള ഭൂമി നമ്മളെടുത്ത് പറയുന്നൊരു വലിയ ആത്മീയമായിട്ടുള്ള സത്യമുണ്ട്. ശ്രീരാമസ്വാമി നമ്മളെ പഠിപ്പിക്കുന്നത് ഈശ്വരബോധമുള്ള മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നാണ്. ശ്രീരാമൻ്റെ ജീവിതം മുഴുവൻ അതായിരുന്നു, ഈശ്വരബോധമുള്ള മനുഷ്യൻ. ഈ അവതാരം എന്ന് പറഞ്ഞാൽ ഈശ്വരബോധം പൂർണ്ണമായിട്ട് ഉണർന്ന അവൻ അവതാരമാണ്. ശ്രീരാമകൃഷ്ണദേവൻ നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ എങ്ങനെ ഈശ്വരനെ അനുഭവിക്കണം എന്ന്. ഒരാൾ അവതാരം ഇറങ്ങി അങ്ങോട്ട് വന്നു, കോണിപ്പടി ഇറങ്ങി വന്നിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നു ശ്രീരാമകൃഷ്ണദേവൻ ഈ കോണിപ്പടി നമ്മളെ കൈപിടിച്ച് കയറ്റി മുകളിലേക്ക് എത്തിക്കുന്നു. ഒരേ കോണിപ്പടി, ഒരാൾ ഇറങ്ങി വരുമ്പോൾ വേറെ ആൾ കയറി പോകും. വാസ്തവത്തിൽ ഇവിടെ ഇപ്പോൾ പ്രഭാഷണം നിർത്താം, ഇവിടെ ഈ പ്രഭാഷണം ഇപ്പം നിർത്താം. ഇതിൽ കൂടുതൽ ഒന്നും അതിൽ മുകളിൽ പറയാനുള്ള അറിവോ കഴിവോ ഒന്നും എനിക്കില്ല. ഇത് അനുഭവത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. രാമകൃഷ്ണൻ എന്ന പേരിൻ്റെ ഉള്ളിൽ തന്നെ ഖുദിരാം ചതോപാധ്യായ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഗദാധർ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്, ഗദായി എന്നൊക്കെയാണ് വിളിച്ചിരുന്നെങ്കിലും അറിഞ്ഞോ അറിയാതെ ഇട്ട അന്വർത്ഥമായൊരു പേരാണ് രാമകൃഷ്ണൻ. രാമനും കൃഷ്ണനും ചേർന്നിരിക്കുക. അവിടെ ശ്രീരാമൻ എന്നുള്ളത് മാത്രമല്ല, അവൻ ബലഭദ്രസ്വാമിയും കൃഷ്ണനും ആണെങ്കിലും പറയും രാമനും കൃഷ്ണനും സാഖ്യവും യോഗവുമാണെന്ന് പറയും. തിയറിയുമാണ്, പ്രാക്ടിക്കലുമാണ്. ഇത് രണ്ടും ചേർന്ന ആളാണ് ശ്രീരാമകൃഷ്ണൻ. അപ്പം ആ പേരിൻ്റെ ശക്തി ആലോചിച്ച് നോക്കൂ. ഭാഗവത രഹസ്യം നമ്മൾ എടുക്കുമ്പോൾ സമാധി ഭാഷയിൽ എന്തായി എഴുതി വെച്ചിരിക്കുന്നത്? നമ്മൾ ഈ കേൾക്കണ കഥയൊന്നുമല്ലല്ലോ ഭാഗവതം. അതിൻ്റെ അകത്തിരിക്കുന്നത് നോക്കുമ്പോൾ ഈ സാഖ്യവും യോഗവും എപ്പോഴും ഒന്നിച്ചാണ് നടക്കുന്നത്. രാമനും കൃഷ്ണനും ഒന്നിച്ചാണ് നടക്കുന്നത്. ആ രാമകൃഷ്ണ ശബ്ദത്തിൽ തന്നെ അതുണ്ട്. എന്തൊക്കെ തിയറിയിലുണ്ടോ അതൊക്കെ പ്രാക്ടിക്കലിൽ, എന്തൊക്കെ പ്രാക്ടിക്കലിലുണ്ടോ അതൊക്കെ തിയറിയിൽ. ഇത് അന്യോന്യം ബാലൻസ് ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ സാധന വരണ്ടതാണ്. സാധന വരണ്ടതേയില്ല. ആർദ്രമായിരുന്നു. വലിയ സാഹിത്യകാരനൊന്നും ആയിരുന്നില്ല. പക്ഷെ ഹൃദയസ്പർശിയായിട്ടുള്ള കഥകളിൽ കൂടെ, ചില വികാര വിക്ഷോഭങ്ങളിൽ കൂടെയൊക്കെയാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ ആ ആത്മീയമായിട്ടുള്ള ജ്ഞാനം പകർന്നു തരുന്ന ആ ശൈലി. ഞാൻ പലപ്പോഴും കാളിയുടെ കഥകളൊക്കെ പറയുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട്, സാധാരണ ഗുരുവായൂരപ്പൻ്റെ പറയുന്ന സ്റ്റൈലല്ലല്ലോ ശരത്ത് ഇതിലെടുക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ശ്രീരാമകൃഷ്ണദേവനെ മനസ്സിൽ വിചാരിച്ചിട്ട് ആ കാളിയുടെ ഓരോ പ്രഭാഷണവും നടത്താതിരിക്കാറ്. പിന്നെ ഒന്നും അറിയണ്ട, അതങ്ങനെ കൊണ്ടുപോകണം. നമ്മളെ ഒരു നദിയിൽ നമ്മളൊരു പൊങ്ങുതടിവായി ഇങ്ങനെ കടന്നു കൊടുത്താൽ മതി, അതിങ്ങനെ കൊണ്ടുപോകും. അലകളിൽ എടുത്തെറിഞ്ഞും തട്ടിയും തിരിച്ചും കറക്കിയും ചുഴി കൊണ്ടുപോയും ഒരു ഒഴുക്കണം. ത്രേതായുഗത്തിൽ മര്യാദാപുരുഷോത്തമനായിട്ടിരുന്ന ഒരാൾ, ദ്വാപരയുഗത്തിൽ ലീലാപുരുഷോത്തമനായിട്ടിരുന്ന ഒരാൾ. ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ദക്ഷിണേശ്വരത്തെ പൂജാരിക്ക് ജനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനിട്ടു. ഒരാൾ മര്യാദാപുരുഷോത്തമൻ, ഒരാൾ ലീലാപുരുഷോത്തമൻ. ഇത് രണ്ടും ചേർന്ന് അദ്ദേഹത്തിൽ വരികയാണ്. അപ്പം ഇന്ന് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ശ്രീരാമനും ശ്രീരാമകൃഷ്ണനും രണ്ട് യുഗങ്ങളിൽ, രണ്ട് ദേശങ്ങളിൽ, രണ്ട് ദിവ്യഭാവങ്ങളിൽ ജനിച്ച് ജീവിച്ച് കടന്നുപോയവരാണ്. പക്ഷെ അവരുടെ ഇടയിലുള്ള ആന്തരികമായിട്ടുള്ള ഏകത്വം എന്താ? നമ്മളെ മേലുള്ള സാധാരണ ഗൃഹസ്ഥർക്ക് ഇതിൽ നിന്ന് ഉണ്ടാകണം. എൻ്റെ എല്ലാ പ്രഭാഷണങ്ങളിലും കാതൽ സ്ഥിരം കേൾക്കണവർക്കറിയാലോ, നമ്മൾ സാധാരണക്കാർക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും? എന്താണ് ഇതിൻ്റെ ടേക്ക് അവേ? ഒറ്റ വാക്യത്തിൽ നമുക്കിതിനെ വീണ്ടും കുറച്ചുകൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്തിട്ട്, ഞാൻ നേരത്തെ ആ ഏണിപ്പടിയുടെ എക്സാമ്പിൾ പറഞ്ഞു, പക്ഷേ ഇതിനെ നമുക്കൊന്നുകൂടെ ഇതാക്കി നോക്കാം. ശ്രീരാമസ്വാമി ധർമ്മം എങ്ങനെ ജീവിക്കണം എന്ന് കാണിച്ചു തരുള്ളൂ. ശ്രീരാമകൃഷ്ണദേവൻ ആ ധർമ്മത്തിൻ്റെ അടിത്തറയിൽ നിൽക്കുന്ന ഈശ്വരൻ്റെ ചൈതന്യത്തിനെ എങ്ങനെ നേരിട്ട് അനുഭവിക്കാമെന്ന് കാണിച്ചു. രാമൻ തുടക്കമാണ്, രാമകൃഷ്ണൻ ഒടുക്കാണ്. രാമനിൽ തുടങ്ങുന്ന സാധന അവസാനിക്കുന്നത്, അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. ശ്രീരാമസ്വാമി ഒരു യാഗമാണെങ്കിൽ അതിൻ്റെ പൂർണ്ണാഹുതിയാണ് രാമകൃഷ്ണൻ. ഒരു സംശയമില്ല. രണ്ടും ഒരേ യാത്ര. ആ യാത്രയുടെ രണ്ട് എൻഡുകളാണ്. അത് ഈ മഹത്തായ സംസ്കാരം ഉണ്ടാക്കി വെച്ചാണ്. ആ യാത്രയുടെ തുടക്കവും അതിൻ്റെ ഒടുക്കമാണ്. നമുക്കൊക്കെ മാതൃകയാക്കാൻ വേണ്ടിയിട്ട് അതവിടെ ഇറ്റ്സ് ദയർ, സ്റ്റിൽ ഇൻടാക്ട് ഇൻ ഓൾ ഇറ്റ്സ് ഗ്ലോറി ആൻഡ് പ്രസൻസ്. ബാക്കി നമ്മൾ എന്ത് പറഞ്ഞാലും ഇതിൻ്റെ വിശദീകരണങ്ങൾ മാത്രമായിട്ട്. അവതാരത്തിൻ്റെ രണ്ട് രീതികളാണ്. ഗീതയിൽ ഗുരുവായൂരപ്പൻ ആ അവതാര നിയമം കൃത്യമായിട്ട് പറയുന്നുണ്ട്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത.
എല്ലാവർക്കും അറിയണമാണ്. ധർമ്മത്തിന് ക്ഷയം വരുന്ന സമയത്ത് ഞാൻ അവതരിക്കണമെന്നല്ല പറയേണ്ടത്, ഞാൻ എന്നെ തന്നെ പുനഃസൃഷ്ടിക്കണു. ദർ ഇസ് എ ഡിഫറൻസ്. ഐ റീഇൻവെന്റ് മൈസെൽഫ് എന്നാ പറയുന്നത്. ബിക്കോസ് ഹീ ഈസ് എവറിത്തിങ്. എല്ലാമായിരിക്കുന്ന ഒരാൾ എവിടുന്ന് എങ്ങോട്ട് ഇറങ്ങി വരാൻ? ഈ സമസ്ത പ്രപഞ്ചവുമായിട്ട് ഓം വിശ്വം എന്ന് പറഞ്ഞിട്ട് തുടങ്ങണമില്ലേ വിഷ്ണു സഹസ്രനാമം. ഞാൻ ആവർത്തിച്ച് പറയാറുള്ള ഭഗവാന്റെ ഏറ്റവും വലിയ വിഗ്രഹം ഈ പ്രപഞ്ചം തന്നെയാണ്. നമ്മളതിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ്. ഞാൻ പലപ്പോഴും തമാശയ്ക്ക് പറയാറില്ല, സ്ഥിരം പറയാറില്ല, ഞാനും എൻ്റെ മൂക്കും കൂടെ കല്യാണത്തിന് പോയി എന്ന് പറയാറില്ലല്ലോ. അതുമാതിരിയാണ് ഞാനും ഭഗവാനും, ഞാനും പ്രകൃതിയും, മനുഷ്യനും പ്രകൃതിയും എന്നൊക്കെ പറയുന്നത് ശുദ്ധ നോൺസെൻസാണ്. അപ്പം അങ്ങനെയുള്ള വിശ്വത്തിൻ്റെ സ്വരൂപത്തിലിരിക്കുന്ന ഈശ്വരൻ എവിടുന്ന് എങ്ങോട്ട് ഇറങ്ങി വരാൻ? തന്നെ തന്നെ പുനർനിർമ്മിക്കൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു പുനഃസൃഷ്ടി, വീണ്ടും സൃഷ്ടിക്കും. പക്ഷെ എന്തിനു വരുന്നു എന്നുള്ളത് മാത്രമല്ല, ഒരവതാരം എങ്ങനെ പ്രവർത്തിക്കണു എന്നുള്ളതും പ്രധാനമാണ്. അതുകൊണ്ടാണ് അവതാരങ്ങളുടെയൊക്കെ പ്രവർത്തന ശൈലി എല്ലാം വ്യത്യസ്തമാണ്. രാമൻ കൃഷ്ണനെ മാതിരിയാണോ പ്രവർത്തിച്ചത്? പരശുരാമൻ കൃഷ്ണനെ മാതിരിയാണോ പ്രവർത്തിച്ചത്? മത്സ്യമോ നരസിംഹമോ കൃഷ്ണനെ മാതിരിയാണോ പ്രവർത്തിച്ചത്? നരസിംഹവും കൃഷ്ണനും തമ്മിൽ നല്ല സാമ്യതയുണ്ട്. അത് പഠിക്കേണ്ട വിഷയമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ണാടി കാണുന്ന പ്രതിബിംബമാണ്. കൃഷ്ണൻ കണ്ണാടി നോക്കിയാൽ നരസിംഹത്തിന് കാണും. അതിപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാത്തതിൻ്റെ കുഴപ്പമാണ് നമ്മുടെ ഇവിടെ ഭക്തിപ്രസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരവതാരം മാതൃകയായിട്ട്, ഒരു വഴികാട്ടിയായിട്ട് പ്രവർത്തിക്കുന്നു. മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും സ്വന്തം ജീവിതം കൊണ്ട് നമുക്ക് മുന്നിൽ നടന്നു കാണിക്കുന്നു. ഇത് ശ്രീരാമൻ. പക്ഷെ കലിയുഗത്തിൽ വരുമ്പോൾ രാമൻ്റെ ജീവിതം പോലും നമുക്ക് മോഡൽ ലൈഫായിട്ട് പറയാൻ പറ്റില്ല. ഭട്ടതിരി പോലും അതുകൊണ്ടാണ് കളിയാക്കിയത്. ഗുരുവായൂരപ്പനെ ആകെ ഒരു സ്ഥലത്താണ് ഭട്ടതിരി കുത്തുന്നത്. ധർമ്മത്തിൽ അമിതമായ ശ്രദ്ധ വന്നാലും കാമമുണ്ടായാലും മനുഷ്യൻ കഷ്ടപ്പെടുന്ന് കാണിക്കാനല്ലേ നീ രാമാവതാരം എടുത്തതെന്ന് ചോദിച്ചിട്ടാ നാരായണീയത്തിൽ ആ ദശകം അവസാനിപ്പിക്കുന്നത്. ഭഗവാൻ ഒന്നും ഉണ്ടാകാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ഭട്ടതിരി താൻ പറഞ്ഞത് ശരിയാണെന്നോ അല്ലെങ്കിൽ ശരിയല്ല എന്നോ അല്ലെങ്കിൽ ചിരിക്കുകയെ ഒക്കെ ചെയ്യുന്ന ഭഗവാൻ ഇതിന് മാത്രം നിശബ്ദനാണ്. ശ്രീരാമന്റെ ധർമ്മം മൂർത്തിമത്തായിട്ട് മാറുന്ന നിമിഷങ്ങൾ. വാൽമീകി രാമായണത്തിൽ മാരീചനാണ്, അവൻ അസുരനാണ്. ഈ രാമായണത്തിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഉണ്ടാക്കുന്ന ആളാണ്. രണ്ടല്ല 3 പേരെ ശരിക്കും ട്വിസ്റ്റ് ഉണ്ടാക്കുന്നവർ. മന്ധര, ശൂർപ്പണഖ, മാരീചൻ. ഇവരാണ് ട്വിസ്റ്റുകളുടെ ആൾക്കാർ. നമ്മൾ ട്വിസ്റ്റിന് സിനിമയ്ക്ക് കഥ എഴുതുമ്പോൾ ട്വിസ്റ്റിനുള്ള ആൾക്കാരെ കൊണ്ടുവരും, അല്ലെങ്കിൽ മൊമെൻറ്റുകൾ കൊണ്ടുവരും സ്ക്രീൻ പ്ലേയിൽ. അതുപോലെ വരുന്നതാണ്. വാസ്തവത്തിൽ അവർ 3 പേരും ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. കഥയിലെ ഏറ്റവും പ്രധാന റോള് പ്ലേ ചെയ്തിട്ട് നാട്ടുകാരുടെ മുഴുവൻ ചീത്ത വാങ്ങുമ്പോഴും അവർ ഈശ്വര സേവനം ചെയ്തിട്ട് ഭൂമിയിൽ നിന്ന് കടന്നു പോകണവരാണ്. ശൂർപ്പണഖയൊക്കെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് തന്നെ മഹാബദ്ധത്തിലാണ്. അതൊക്കെ ശൂർപ്പണഖ മാത്രം പറയാനുള്ള ഒരു വിശേഷമായിട്ടുള്ളൊരു വിഷയമാണ്. അപ്പം മാരീചൻ പറയുകയാണ് രാവണൻ്റെ അടുത്ത് ചെന്നിട്ട് ശ്രീരാമനെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു സത്യം, രാമോ വിഗ്രഹവാൻ ധർമ്മ സാധുസത്യപരാക്രമ. രാമൻ ധർമ്മം ശരീരമെടുത്ത് നിൽക്കണവനാണ്. ധർമ്മം ഒരു ഗ്രന്ഥത്തിലെ നിയമമല്ല, അത് നടക്കണു, സംസാരിക്കണു, ക്ഷമിക്കണു. അതാണ് രാമൻ. പ്രപഞ്ചത്തിൻ്റെ ഡിവൈൻ ഓർഡറാണ്. പ്രപഞ്ചം മുഴുവൻ എല്ലാറ്റിലും വ്യാപിച്ചു കിടക്കണ ബോധം എന്നൊരു വസ്തു ഉണ്ടെന്ന് ആചാര്യന്മാർക്ക് അവരുടെ സൂക്ഷ്മ നിരീക്ഷണങ്ങളുടെ കൂടെ അകത്തേക്ക് നോക്കിയിട്ട് അവർ കണ്ടെത്തി. അങ്ങനെ ഒന്നുള്ളത് വികസിച്ചു കൊണ്ടിരിക്കണമെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെ ബ്രഹ്മം എന്ന് വിളിച്ച്, അങ്ങനെ ഒന്നുണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ അതിന് സത്യം എന്നൊരു പേര് കൊടുത്ത്, അതിനെ തിരിച്ചറിയാനുള്ള മാർഗമായിട്ടൊരു താളത്തെ കണ്ടെത്തി. ഇതാ ഈ വേദിയുടെ പേരൻ, അതാണ് ഋതം. ആ ഋതത്തിനൊരു നിയമമുണ്ട് എന്ന് കണ്ടെത്തി, അതിന് ധർമ്മം എന്ന് പേരിട്ട്. ഭാരതീയമായിട്ടുള്ള ചിന്തയുടെ അടിത്തറയത്. അതുകൊണ്ട് എഴുതി രാമോ വിഗ്രഹവാൻ ധർമ്മ സാധുസത്യപരാക്രമ രാജാ സർവസ്യ ലോകസ്യ ദേവാനാമിവ വാസവ. വാൽമീകിയുടെ മനോഹരമായിട്ടുള്ള ശ്ലോകം അരണ്യകാണ്ഡത്തിൽ 37ാമത്തെ സർഗത്തിലെ 13ാമത്തെ ശ്ലോകം. മാരീചൻ രാവണൻ്റെ അടുത്ത് രാമൻ്റെ മാഹാത്മ്യം പറയുക. ധർമ്മത്തിന് ശരീരമുണ്ടായാൽ രാമനാണ്, സത്യത്തിനൊരു മുഖമുണ്ടായാൽ രാമൻ്റെ മുഖമാണ്, കരുണയ്ക്കും നീതിക്കും മര്യാദയ്ക്കും ഒക്കെ ഒരു രൂപം കൊടുത്തു കഴിഞ്ഞാൽ അത് ശ്രീരാമനാണ്. അതുകൊണ്ട് മഹർഷിമാർ രാമനെ വെറും ഒരു രാജാവായിട്ട് വിശേഷിപ്പിക്കേണ്ട ധർമ്മത്തിൻ്റെ വിഗ്രഹം തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നു. സാധുസത്യപരാക്രമ എന്ന് പറഞ്ഞ അവിടെ സത്യം തന്നെയാണ് ഏറ്റവും വലിയ ശക്തി എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്.
ആയുധങ്ങളുടെ ബലമല്ല, സത്യത്തിൻ്റെ ബലം കൊണ്ടാണ് അദ്ദേഹം പരാക്രമം ചെയ്തിട്ടുള്ളത്. രാമബാണം സത്യത്തിൻ്റെ മൊനയുള്ളതാണ്. രാജാ സർവസ്യ ലോകസ്യ. ഞാൻ അധികം വിസ്തരിക്കാൻ ചുരുക്കി പറയുക ആ ഭാഗങ്ങളൊക്കെ. ഒരു രാജ്യത്തിൻ്റെ അതിർത്തികൾക്കപ്പുറത്തുള്ള മറ്റൊരു രാജ്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അധികാരം കൊണ്ട് മാത്രമല്ല, സ്നേഹവും നീതിയും ജനഹൃദയങ്ങൾ കീഴടക്കുന്ന കരുണയുമുള്ള യഥാർത്ഥ രാജാവ്. രാമൻ്റെ രാജ്യം ഹൃദയത്തിലാണ്. രാമൻ്റെ രാജ്യം ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റിയേ അല്ല. ശരിക്കും വാൽമീകി എവിടെയും അങ്ങനെ ഒരു സൂചന കൊടുത്തിട്ടില്ല. അതിൻ്റെ വിത്ത് വീഴേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. ദേവാനാമിവ വാസവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേവന്മാരുടെ ഇടയിൽ ഇന്ദ്രനുള്ള സ്ഥാനത്തിന് സമാനമായിട്ടുള്ള മഹത്വം മന്നവേന്ദ്രൻ അല്ലെങ്കിൽ മാനവേന്ദ്രനായിട്ട് രാമനുണ്ട് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ആ മഹത്വമൊന്നും അധികാരത്തിൽ നിന്നല്ല വന്നിരിക്കുന്നത്, വിനയത്തുനിന്നും കരുണയെന്നും ധർമ്മനിഷ്ഠയെന്നുമാണ് ഉദിച്ചതെന്ന് പറയാനാണ് ആ ശ്ലോകങ്ങളിൽ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ രാമനെ ആരാധിക്കുന്നതിലും മഹത്തരം രാമൻ്റെ ധർമ്മം ആചരിക്കുന്നതല്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഈ അടുത്ത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഒരു സംസ്ഥാനതല രാമായണ മാസം ഉദ്ഘാടനം ചെയ്യാനൊരു ഭാഗ്യമുണ്ടായി. അപ്പോൾ തിരുവനന്തപുരത്ത് വിഷയം രാമരാജ്യമായിരുന്നു. അപ്പം അന്ന് സൂചിപ്പിച്ചൊരു കാര്യം, രാമൻ്റെ ധർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് രാമായണ മാസത്തിൽ നമ്മൾ രാമനെ കുറിച്ചിട്ട് വാദോരാതെ സംസാരിക്കുകയും ഗ്രന്ഥമെടുത്ത് പകുത്ത് വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മറക്കുന്നൊരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്ന് ബുദ്ധിമുട്ടുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്, രോഗം വരുന്നത്, അല്ലെങ്കിൽ അതിനൊരു സാമ്പത്തിക സഹായം കിട്ടാത്തത്, വീടുകൾ ജപ്തി പോകുന്നത്, പട്ടിണി കിടക്കുന്നത് മുഴുവൻ ഹിന്ദുക്കളാണ്. കാരണം ഞാൻ പല സ്ഥലത്തും പറയാറുള്ളത് പോലെ ഞാൻ പ്രസംഗിക്കുക മാത്രം ചെയ്യണ ആളല്ല. ഒരുപാട് അകത്തേക്ക് ഇറങ്ങിച്ചെന്ന് ആദിവാസികളുടെ ഇടയിലും ഒക്കെ നമ്മളാവുന്നത് ചെയ്യാൻ തുടങ്ങിയ ഒരു കാലം വന്നപ്പോഴാണ് മനസ്സിലായത്, വിശപ്പ് കൊണ്ട് മതം മാറുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ. വിശപ്പ് കൊണ്ട് പാലക്കാടിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ വന്നാൽ നിങ്ങൾക്ക് കാണാം, വിശപ്പ് കൊണ്ട് ഫുഡ് തരാം എന്ന് പറഞ്ഞിട്ട് മതം മാറ്റുന്ന സ്ഥലങ്ങളുണ്ട്. ഞാൻ കൊണ്ട് കാണിച്ചു തരാം. പാലക്കാട് എപ്പോഴെങ്കിലും ഞാൻ ഉള്ളപ്പോൾ വിളിച്ചിട്ട് വന്നാൽ ഞാൻ കൊണ്ടുപോകും. അതേപോലെ തന്നെയാണ് തൊട്ടടുത്തുള്ള ഹിന്ദു ഇപ്പുറത്തുള്ള ഹിന്ദുവിനെ സഹായിക്കില്ല. നമുക്ക് കൂട്ടപ്രാർത്ഥനയില്ല, ഒറ്റയ്ക്കിരുന്നുള്ള അഭ്യാസങ്ങളേ ഉള്ളൂ. അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്ന് നാമം ജപിക്കുന്ന ഒരു പരിപാടി നമുക്കില്ല. അപ്പം രാമൻ്റെ ധർമ്മം എവിടെയാ? സഹജീവിയെ സംരക്ഷിച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. ദരിദ്രനാരായണന്മാരെ സേവിക്കാനാണ് വിവേകാനന്ദസ്വാമി നമ്മളെ പഠിപ്പിച്ചത്. സന്ദർഭവശാ പറഞ്ഞതേ ഉള്ളൂ. രാമൻ്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ആ സഹോദരഭാവത്തിൽ ഭഗവാനെ തന്നെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ബുദ്ധിമുട്ടുന്നവൻ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവൻ, നമ്മൾ ജാതി പറഞ്ഞിട്ടാണ് കളിക്കുന്നത്. മിനിങ്ങാന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒരു പാചകം ചെയ്യുന്നൊരു സ്ത്രീ, ഒരു ജാതിയിൽപ്പെട്ടവരവർ, അവരുടെ ഭർത്താവ് വേറൊരു ജാതിയിൽപ്പെട്ട ഒരാളാണ്. എനിക്കിതൊന്നും അറിയില്ല. അവർക്ക് അമലയിൽ, പാലക്കാടാണ്, അവർക്ക് അമലയിൽ 6 കീമോ ഉണ്ട്. ഒരു കീമോന് ഒരു സർട്ടൺ പൈസ വേണം, അനവധി മാസം കൊണ്ടാണ്. ഒരു സ്ഥലത്തുനിന്നും അവർക്ക് ഫണ്ടാവാത്ത കാരണം നമ്മൾ ഒരു കീമോയിലുള്ള കൊടുത്തു. അവർ കീമോ വഴി വന്നു. അപ്പോൾ ഓഫീസിലാണ് പോയത്, ഞാനുണ്ടായിരുന്നില്ല. അവർ ആ സന്തോഷം പറയാൻ പോയപ്പോൾ അവർ പറഞ്ഞ കഥയാണ്. അവരുടെ ഭർത്താവിൻ്റെ ജാതിയുടെ ആ സമുദായത്തിൻ്റെ സംഘടനയുണ്ട്, അവിടെ ധനസഹായമുണ്ട്. അവിടെ അപേക്ഷിച്ചപ്പോൾ പറഞ്ഞു ഭാര്യ വേറെ ജാതി ആയതുകൊണ്ട് തരാൻ പറ്റില്ല. ഭാര്യയുടെ സമുദായത്തിൽ പോയിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേറെ മിശ്രവിവാഹം കഴിച്ചതുകൊണ്ട് തരാൻ പറ്റില്ല. ഇതാണ് ഇന്നത്തെ ഹിന്ദു. നമുക്ക് എന്ത് അർഹതയുള്ളത് രാമായണം പകുത്ത് വെച്ച് അക്ഷരം തള്ളിയിട്ടും കുന്തിയിട്ടും ഇടയിൽ പകുത്തിട്ടും വായിക്കാൻ? എന്തർഹതയുള്ളത്? സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്രയ്ക്ക് രൂക്ഷമായിട്ട് പറയുന്നത്, പക്ഷെ ഇവിടെ ഒരാളെ മറച്ചു വെച്ചിട്ടുണ്ട്, വിവേകാനന്ദ സ്വാമി. അദ്ദേഹം പറയിപ്പിക്കുക. കാരണം അദ്ദേഹമാണ് പറയേണ്ടതെന്നുണ്ടെങ്കിൽ അദ്ദേഹം രാമായണത്തെക്കുറിച്ച് ഒന്നും പറയില്ല. അദ്ദേഹം ഇതേ പറയുള്ളൂ. ആ ഭഗവാന്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് ഫർദർ പറയാം. അപ്പോൾ രാമൻ്റെ ജീവിതത്തിലെ മഹത്വം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമാണ്. അദ്ദേഹം അത്ഭുതങ്ങളെ കാണിക്കുന്നില്ല. ഗുരുവായൂരപ്പനെ പോലെ അത്ഭുതങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ധർമ്മം എന്താവശ്യപ്പെടുന്നുണ്ടോ അത് ചെയ്യണു, എത്ര വേദനിച്ചാലും. അതാണ് പോയിന്റ്. അച്ഛൻ്റെ മുന്നിൽ നല്ലവനാവാൻ വേണ്ടിയിട്ട് ഉള്ളിൽ പണി കിട്ടി കാട്ടിൽ പോകണം, എന്നാലും അച്ഛനെ ഒന്ന് സൂചിപ്പിച്ചളയാം, ഞാൻ പൊക്കോളാച്ച, അങ്ങനെയല്ല, സന്തോഷത്തോടെയാണ് പറയുന്നത്. ഞാൻ പോകാമെന്നാണ് പറയുന്നത്. നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാമറ ഉണ്ടോ, നമസ്കരിക്കുമ്പോൾ പോലും നമ്മളെ ആരെങ്കിലും നോക്കുന്നുണ്ടോ നോക്കിയിട്ട് നമസ്കരിക്കുന്ന ആൾക്കാരാണ്. സത്യമല്ലേ? പലരും ചിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട്
അദ്ദേഹം അത്ഭുതമൊന്നും കാണിച്ച് ഭ്രമിപ്പിച്ചിട്ടില്ല. എത്ര വേദനിച്ചാലും ധർമ്മത്തെ പിടിച്ചു നിന്നു. അത് സ്വമേധയ ഓർഗാനിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് അതാവുന്നു. അതുകൊണ്ട് ഭഗവാനെ മര്യാദ പുരുഷോത്തമൻ എന്ന് വിളിച്ചു. ഈ മര്യാദ എന്താ? മര്യാദ വെറും ഒരു സോഷ്യൽ ലോ ഒന്നുമല്ല, ഒരു സാമൂഹിക നിയമമൊന്നുമല്ല. അത് മര്യാദ എന്ന് പറഞ്ഞാൽ ടു നോ വൺസ് ലിമിറ്റ്സ്. അതിരെന്താന്ന് അറിയാം. നമ്മുടെ അതിരെന്താ, നമ്മുടെ പരിധി എന്താ, ഇത് തിരിച്ചറിയലാണ് മര്യാദ. എൻ്റെ അവകാശങ്ങൾ ഈ കേരളം അവകാശങ്ങളുടെ നാടാണ്. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ്സിനെ കുറിച്ചിട്ടുള്ള റിവോൾട്ടുകൾ വേൾഡ് വൈഡ് ഉണ്ടാവുന്നത്. അതിൽ വലിയൊരു കാരണം പട്ടിണിയാണ്. അതിൻ്റെ എക്കണോമിക്സ് അവിടെ നിൽക്കട്ടെ. ഇന്നത്തെ അവസ്ഥ വെച്ചാൽ അവകാശങ്ങളെക്കുറിച്ച് മാത്രം പറയുകയും റെസ്പോൺസിബിലിറ്റികളെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ജനാധിപത്യമാണ് നമ്മുടെ നാട്ടിൽ. ശ്രീരാമസ്വാമിയുടെ ജനാധിപത്യം അതായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണമേ അങ്ങനെയല്ലായിരുന്നു. എൻ്റെ അവകാശത്തിന് അതിരുണ്ട്, എൻ്റെ വാക്കുകൾക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് ലൈസൻസ് ഇല്ലാണ്ട് എന്തൊക്കെയാ വിളിച്ച് പറയുന്നു സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ. എൻ്റെ സ്വാതന്ത്ര്യത്തിന് ധർമ്മമുണ്ട്. ഇന്ന് ഫ്രീഡം ഉപയോഗിക്കുന്ന അധർമ്മത്തിനാണ്. ജസ്റ്റ് ബിക്കോസ് വി ആർ ഫ്രീ വി തിങ്ക് ദാറ്റ് വി ക്യാൻ ഡു എനിത്തിങ്. എന്ത് നോൺസെൻസും ചെയ്യാം, എന്ത് സോഷ്യൽ അനാർക്കി, പൊളിറ്റിക്കൽ അനാർക്കി, എന്ത് നോൺസെൻസും ചെയ്യാന്നുള്ള അവസ്ഥയിലായി. എൻ്റെ സ്നേഹത്തിന് ശുദ്ധിയുണ്ട്, അതൊന്ന് മഷിയിട്ട് നോക്കണം. മര്യാദയുടെ വേറൊരു ഭാഗമാണത്. സ്നേഹത്തിന് ശുദ്ധി ഉണ്ടാവും, അത് മഷിയിട്ട് നോക്കണം. അധികാരത്തിന് പരിധിയുണ്ട്. രാമൻ ചക്രവർത്തിയായിരുന്നു, പക്ഷെ തൻ്റെ അധികാരത്തിന് അദ്ദേഹം പരിധി നിശ്ചയിച്ചിരുന്നു. എവിടെയാണ് സോവറിനിറ്റി, എവിടെയാണ് പവർ, എവിടെയാണ് ഡൊമിനിയൻ്റെ പവർ, അല്ലെങ്കിൽ റിപ്പബ്ലിക്കിൻ്റെ പവർ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പവർ എവിടെയാണ് എൻഡ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. കൃഷ്ണനും ഉണ്ടായിരുന്നത്. ഒരാൾ മൊണാർക്കിക്കൽ സിസ്റ്റത്തിലായിരുന്നെങ്കിൽ കൃഷ്ണൻ റിപ്പബ്ലിക്കൻ സിസ്റ്റത്തിലായിരുന്നു. കാരണം ദ്വാരക റിപ്പബ്ലിക്കാണ്, മധുര റിപ്പബ്ലിക്കാണ്, യാദവന്മാർക്ക് രാജ്യാവകാശം പാടില്ല. പ്രോപ്പർ റിപ്പബ്ലിക്കൻ സിസ്റ്റംസ് ആണ് അത് മുഴുവൻ. അതുകൊണ്ടാണ് ഭഗവാനും ബലഭദ്രനും ഒരിക്കലും രാജാവാകാണ്ടിരുന്നത്. അവർ പ്രതിനിധികളായിരുന്നു. എൻ്റെ ജീവിതത്തിന് എന്നെക്കാളും വലിയൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ് മര്യാദയുടെ വേറൊരു അർത്ഥം. ഇതന്നെയാണ് ഗീതയിൽ ഭഗവാൻ പറഞ്ഞത്, അർജുന നീ വെറും ശരീരമല്ല, നിന്റെ യാത്ര വളരെ വലുതാണ്, നീ എത്തിച്ചേരേണ്ട സ്ഥലം വളരെ ദൂരെയാണ്, അത് വളരെ മഹത്തായിട്ടുള്ളതാണ്, ഉദാത്തമായിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള ഈ ബോധമാണ് രാമൻ്റെ ജീവിതത്തിൻ്റെ ആത്മാവ് തന്നെ. ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെ വേറൊരാളെ ഉപദ്രവിക്കും, എങ്ങനെ വേറൊരാളുടെ മനസ്സ് മുറിപ്പെടുത്തും? അപ്പം രാമൻ്റെ മഹത്വം കൊട്ടാരത്തിലല്ല തെളിഞ്ഞത്, വനത്തിലാണ്. ഒരു യുവരാജാവ്, നാളെ കിരീടം ചൂടേണ്ട ഒരു ചെറുപ്പക്കാരൻ, ഒറ്റ രാത്രി കൊണ്ട് 14 വർഷത്തെ വനവാസത്തിന് കാട്ടിലേക്ക് അങ്ങോട്ട് എടുത്തെറിയപ്പെടും. ആ ഗംഗയുടെ തീരത്ത് ചെന്നിട്ട് മരത്തിൻ്റെ കറയെടുത്തിട്ട് നല്ല ചുരുണ്ട് കിടക്കണ സിൽക്ക് പോലുള്ള മുടിയെ പശ തേച്ചിട്ട് ജടയാക്കണത് സീത ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ. അന്ന് അവർക്ക് രണ്ടുപേർക്കും വയസ്സത്ര തന്നെയുണ്ട്, 16 വയസ്സോ 17 വയസ്സോ. അപ്പോൾ ഭഗവാൻ ഏകദേശം 29-30 വയസ്സിൻ്റെ ഇടയിലാണ് രാവണനെ വധിക്കുന്നത്. ആ വനവാസത്തിൻ്റെ അവസാന കാലം. രാവണന് 19,999 വയസ്സ് കഴിഞ്ഞ് 20,000-ാമത്തെ വയസ്സ് കയറുമ്പോഴാണ് രാവണൻ ആ അബദ്ധം ചെയ്യുന്നത്, സീതയെ തട്ടിക്കൊണ്ടുവരിക. അതാണ് രാവണൻ്റെ ലാസ്റ്റ് ഇയർ. ഒരാൾക്ക് 29 വയസ്സോളം പ്രായം, മറ്റേ ആൾക്ക് വില്ലന് 20,000 വയസ്സോളം പ്രായം. ആ വനവാസത്തിലേക്ക് കടക്കണ സമയത്ത് കോപമില്ല, പരാതിയില്ല. വൈ മീ? നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു അബദ്ധം വന്നു കഴിഞ്ഞാൽ, ഒരു വേദന വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കണേ, എന്നാലും ഗുരുവായൂരപ്പ എന്തുകൊണ്ട് ഞാൻ, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ, അല്ലേ? ശ്രീരാമൻ ചോദിച്ചില്ലല്ലോ. നമ്മളൊക്കെ ജീവിതത്തിൽ സൗകര്യമുള്ളപ്പോൾ നല്ല മനുഷ്യരാവുന്ന ആൾക്കാരാണ്, അല്ലേ? സത്യമല്ലേ? ഞാനാണെങ്കിലും അങ്ങനെയാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. ഞാൻ നിങ്ങളെ മാതിരി ഒരു സാധാരണ ഗൃഹസ്ഥനാണല്ലോ. സൗകര്യമുള്ളപ്പോഴാണ് നമ്മളൊക്കെ നല്ല മനുഷ്യരാവുക. ബീയിങ് ഗുഡ് വെൻ ഇറ്റ് ഈസ് കൺവീനിയൻറ്റ്, അല്ലേ? അതല്ലേ ചെയ്യണത്. പക്ഷേ രാമൻ അങ്ങനെയായിരുന്നില്ല. നമുക്കിഷ്ടമുള്ളവർ ചുറ്റുമുണ്ടെങ്കിൽ സ്നേഹമുള്ളവരായിട്ടിരിക്കുക എളുപ്പമാണ്. ഞങ്ങളൊക്കെ വളരെ സ്നേഹമുള്ള ആൾക്കാർ. എന്താ, നമ്മളെ നല്ല കണ്ടീഷൻസാണ്. ഇതൊരു സകല സാഹചര്യങ്ങൾ വിപരീതമായിരിക്കും, ഇതേ സ്നേഹത്തിലിരിക്കാൻ പറ്റുമോ? എന്ത് ലോകം നാശം എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ പിന്നെ ശപിക്കുകയാണ് ഇരുന്നിട്ട്. ഇവിടെ അങ്ങനെയല്ല.
ചുറ്റും പ്രതികൂലാവസ്ഥകൾ മുഴുവൻ നിൽക്കുമ്പോൾ അപ്പോഴാണ് യഥാർത്ഥ സ്വഭാവം പുറത്തു വരിക. എല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരിക എന്നുള്ളതാണ് സത്യം. സൗകര്യമില്ലാതാവുമ്പോൾ, ചുറ്റും സ്നേഹമുള്ളവരില്ലാതാവും, അപ്പം അറിയാം നമ്മുടെ ശരിക്കുള്ള കയ്യിലിരിപ്പ് എന്താണെന്ന്, അല്ലേ? രാമന് രാജ്യം നഷ്ടപ്പെട്ടു, അധികാരം നഷ്ടപ്പെട്ടു, സുഖസൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു, സീതയും നഷ്ടപ്പെട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ. എന്നിട്ടും ധർമ്മം നഷ്ടപ്പെട്ടില്ല. ഇതാണ് രാമായണത്തിൻ്റെ സന്ദേശം. അപ്പോൾ ഭാര്യയെ കൊന്നില്ലേലിരിക്കും. അതിന് കൃത്യമായിട്ട് ഭഗവാന് ഉത്തരമുണ്ട്. കൃത്യമായ ഉത്തരമുണ്ട്. കോട്ടയം തമ്പുരാനത് മനോഹരമായിട്ട് ബാല്യപദത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ശാഖാമൃഗപുങ്കവ എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം ആ പദത്തിൽ. ബാലി നെഞ്ചിൽ അസ്ത്രം കൊണ്ട് കടന്നിട്ട് വിലപിച്ചിട്ട് ശ്വാസം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാധിതസ്യ സായകേന എന്ന് പറഞ്ഞിട്ടുള്ള പദത്തിൽ ചോദിക്കുന്നുണ്ട്, എന്തിനെന്നോട്, വൈ മീ? നമ്മളൊക്കെ ചോദിക്കണ ചോദ്യം. അപ്പം പറയുന്നുണ്ട്, ഭരതൻ്റെ സാമ്രാജ്യത്തിൽ സ്വന്തം സഹോദരൻ്റെ ഭാര്യയാക്കി വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കുറ്റം ചെയ്തതിന് ഭരതൻ്റെ സേവകനായിട്ടുള്ള ഞാൻ നിന്നെ വധിച്ചിരിക്കുന്നു എന്നാണ് കൃത്യമായിട്ടുള്ള ആൻസറാണ്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ വധിച്ചത്. നീ ധർമ്മവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു. കൃത്യമായിട്ടുള്ള ലോജിക്ക്. അപ്പോഴാണ് ഭഗവാന്റെ സ്വരൂപം മനസ്സിലാക്കുക. അമ്പൊന്നും എടുക്കണം എന്ന് പറയുമ്പോൾ ആ വലതേകാലം കൊണ്ട് ചവിട്ടി പിടിച്ചിട്ട് എഞ്ചുന്ന അമ്പങ്ങോട്ട് വലിച്ചെടുക്കുമ്പോൾ പ്രാണൻ വിടുന്നത് ഭാര്യയ്ക്ക്. ആ ദുഃഖകണ്ഠാരത്തിൽ മനോഹരമായിട്ട് കഥകളി കാണുന്ന ആൾക്കാർക്ക് ആ പദത്തിൻ്റെ സൗകാര്യം എന്താണെന്നറിയാം. അപ്പം ചുരുക്കി പറഞ്ഞാൽ സാഹചര്യം നമ്മുടെ സ്വഭാവത്തിനെ പരീക്ഷിക്കും. പക്ഷെ നമ്മുടെ ധർമ്മം ഉപേക്ഷിക്കണമെന്ന് ഒരു സാഹചര്യവും നമ്മളെ നിർബന്ധിച്ചിട്ടില്ല. നമ്മൾ വെറുതെ പറയുക എൻ്റെ അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. അത് നമ്മുടെ എക്സ്ക്യൂസാണ്. സാഹചര്യം നമ്മളോട് പറഞ്ഞിട്ടില്ല നീ നിൻ്റെ ധർമ്മം ഉപേക്ഷിക്കൂ. സാഹചര്യം നമ്മുടെ കർമ്മഫലമായിട്ട് വരുന്നതാണ്. രാമൻ്റെ ധർമ്മത്തിൻ്റെ ഏറ്റവും ദിവ്യമായിട്ടുള്ള ഭാവം പക്ഷെ അതുമല്ല, അതിലും ഉയർന്നിട്ടാണ് ശരണാഗത വാത്സല്യം എന്ന് പറയും. യുദ്ധത്തിന് മുമ്പ് ശത്രുവായിട്ടുള്ള രാവണൻ്റെ സഹോദരൻ വിഭീഷണൻ ശരണം തേടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ബാക്കി എല്ലാവരും സംശയിക്കും. സംശയമൂർത്തിയാണ് ലക്ഷ്മണസ്വാമി. അദ്ദേഹത്തിന് എല്ലാവരും സംശയം. ഹനുമാനെ വരെ സംശയിച്ച ആൾ ആദ്യം കണ്ടപ്പോൾ ഇവൻ കള്ളനാണ്, ഇവൻ രാക്ഷസനാണ്, ഇവനെ കൊല്ലാന്ന് പറഞ്ഞു. അപ്പൊ രാമൻ പ്രഖ്യാപിക്കണ വാക്ക് അവതാരധർമ്മത്തിന്റെ മുദ്രാവാക്യാണ് വാസ്തവത്തിൽ. സഹൃദേവ പ്രപന്നായ എന്ന് പറഞ്ഞ മനോഹരമായിട്ടുള്ള ശ്ലോകം. സഹൃദേവ പ്രപന്നായ തവാസ്മീതി ജയാജതേ അഭയം സർവഭൂതേഭ്യോ ദദ്യാമേതദ്വ്രതം മമ. സഹൃദേവ പ്രപന്നായ തവാസ്മീതി ജയാജതേ. ഒറ്റ തവണ എന്നോട് പറഞ്ഞാൽ മതി, ഭഗവാനെ ഞാൻ അങ്ങയുടെയാണ്, അങ്ങനെ എന്നെ ശരണം പ്രാപിക്കണമെന്ന് എല്ലാ ജീവികളിൽ നിന്നും സകല അപകടങ്ങളിൽ നിന്നും ഞാൻ അഭയം കൊടുക്കും. ഇതെൻ്റെ വ്രതമാണെന്നാണ് പറഞ്ഞത്. വ്രതം മമാന്നാണ്. ഒരു തവണ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളൂ. സഹൃദേവ, ഒറ്റ തവണ. ഹൃദയം കൊണ്ട് പറയണം ഞാൻ അങ്ങയുടേതാണെന്ന്. അങ്ങനെ പറഞ്ഞാൽ ബാക്കിയൊക്കെ ഭഗവാന്റെ ഉത്തരവാദിത്വമാണ്. ഇതന്നെയല്ലേ വേദം നമ്മളെ പഠിപ്പിച്ചത്. അഗ്നയേ ഇതം നമ, എൻ്റെ അല്ല നിൻ്റെയാണ്. നമ ശിവായ, ശിവനെ ഇതെൻ്റെ അല്ല നിൻ്റെയാണ്. അനവധി അർത്ഥങ്ങളുണ്ട് പഞ്ചാക്ഷരത്തിന്. അതിലൊരർത്ഥം എന്താണ്? ഒന്നും എൻ്റെ അല്ല നിൻ്റെയാണ് ശിവനെ. നമ ശിവായ, അങ്ങനെയും അർത്ഥം എടുക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, ഇന്നത് കഴിഞ്ഞ് ഹാളിൽ നിന്ന് പുറത്തു പോകുമ്പോഴും ഈ സഹൃദേവ പ്രപന്നായ എന്നുള്ളതാണ് നമ്മുടെ കയ്യിൽ കിട്ടണ ഏറ്റവും വലിയ കീ. ഒറ്റത്തവണ നമ്മൾ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പറയും. അപ്പം നമ്മുടെ സകല പ്രശ്നങ്ങളും അവിടെ അവസാനിക്കും. ഒരു തവണ പറഞ്ഞാൽ മതി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, ഭഗവാനെ ഞാൻ നിൻ്റെയാണ്, എന്നെ രക്ഷിക്കണമെന്നോ ഞാൻ ശരണം പ്രാപിക്കണോ ഒന്നുമല്ല പറയണത്, ഞാൻ നിൻ്റെയാണ്. ഇത് പറഞ്ഞ ആളാണ് ശ്രീരാമകൃഷ്ണൻ. അതിനാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഇതങ്ങനെ പറഞ്ഞൊരാൾക്ക് എന്ത് സംഭവിക്കാം? ഓ, ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം ചോദിച്ചതാ, കാണൂ ആ തേജോമയമായിട്ടുള്ള രൂപത്തെ കാണൂ എന്ന് പറഞ്ഞിട്ട് കാണിക്കാം നമുക്കിങ്ങനെ. ഈശ്വരൻ അനുഭവമായിട്ട് മാറുന്നത് ഞാൻ നിൻ്റെയാണെന്ന് പറയുന്നത്. ഒരിക്കൽ പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ സഹൃദേവ പ്രപന്നായ രാമായണത്തിൽ നമ്മൾ സാധാരണക്കാരൻ എടുത്തുകൊണ്ട് പോകേണ്ടത് രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ എന്നല്ല. നിങ്ങൾക്ക് വല്ല ക്വിസിനൊക്കെ സമ്മാനം മേടിക്കാനാണെങ്കിൽ കാണാപ്പാടം പഠിച്ചാൽ മതി. ഇതാണ് ആവശ്യം. സഹൃദേവ പ്രപന്നായ ആ ഭഗവാന്റെ പ്രോമിസ്. ഇതുപോലെ ഒരു പ്രോമിസ് കിടപ്പുണ്ട് ഭാഗവതത്തിൽ. പതിതസ്കലിതശ്ചാർത്ത ക്ഷുത്വാവാ വിവശോ ബ്രുവൻ ഹരേ നമ ഇത്യുച്ചേർമുച്ചതേ സർവപാതകാൽ. വീണവൻ, തകർന്നവൻ, ദാഹിച്ചവൻ, എങ്ങനെയൊക്കെ അവശനായിട്ടുള്ളവനാണെങ്കിലും ഒരൊറ്റ തവണ ഹരേ നമ എന്ന് വിളിച്ചാൽ ഭഗവാൻ
അവനെ ഉയർത്തുന്നുള്ള ആ പ്രോമിസ് ടേബിളിൻ്റെ മുകളിൽ, വ്യാസപീഠത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഭാഗവതം മടങ്ങണം. അതേ പ്രോമിസാണ്. മഹാദേവൻ്റെ പ്രോമിസ് ഇതുമാതിരിയുണ്ട്, കൃഷ്ണൻ്റെ പ്രോമിസുണ്ട്, അയ്യപ്പസ്വാമിയുടെ പ്രോമിസുണ്ട്, അതാത് ശാസ്ത്രഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. ഇവിടെ ശ്രീരാമസ്വാമിയുടെ പ്രോമിസാണ്. ത്രേതായുഗത്തിൽ നിന്ന് 19-ാം നൂറ്റാണ്ടിലെ ബംഗാളിലേക്ക് ഗംഗയുടെ തീരത്ത് ദക്ഷിണേശ്വരത്ത് ആ കാളിക്ഷേത്രത്തിൽ വളരെ ലാളിത്യമുള്ള ഒരു ക്ഷേത്രപൂജാരി ശ്രീരാമകൃഷ്ണ പരമഹംസൻ. രാമൻ കാണിച്ചു തന്നത് ധർമ്മം എങ്ങനെ ജീവിക്കണം എന്നായിരുന്നു എന്നുണ്ടെങ്കിൽ ഭഗവാനെ എങ്ങനെ നേരിട്ട് അനുഭവിക്കാം, ഈശ്വരനെ എങ്ങനെ അനുഭവിക്കാമെന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. അച്ഛനിട്ട പേരിൻ്റെ അന്വർത്ഥമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. സാധനയുടെ കാലത്ത് ജാതവേദ തോട്ടാപുരി ആ പേരിനെ അങ്ങോട്ട് അരക്കിട്ട് ഉറപ്പിച്ചു പരമഹംസ പദവിയും കൂടെ കൊടുത്തിട്ട് പോയി. അദ്ദേഹത്തിന് ഒരൊറ്റ ചോദ്യം മാത്രം ഉണ്ടായിരുന്നു രാമകൃഷ്ണദേവന്: ഈശ്വരൻ യാഥാർത്ഥ്യമാണോ എന്ന് നമ്മളെപ്പോലെയൊക്കെ അദ്ദേഹവും ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കാണാൻ പറ്റേണ്ടതല്ലേ എന്നാണ് അതിൻ്റെ രണ്ടാമത്തെ ചോദ്യം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്നുള്ളത് മൂന്നാമത്തതും. നാലാമത്തതും അതിന് ഞാൻ എന്ത് ചെയ്യണം എന്നും ഉള്ള അന്വേഷണവും അദ്ദേഹത്തിനെ കാളിയിലെത്തിച്ചു. ഇതേ മാർഗത്തിൽ തന്നെയാണ് വിവേകാനന്ദ സ്വാമിയും വരുന്നത്. അതുകൊണ്ടാണ് അത്രയും പറഞ്ഞത്, നരേൻ നീ എന്നെ എങ്ങനെ കാണുന്നോ അതുമാതിരി നിനക്കും കാണാൻ സാധിക്കുന്ന പറഞ്ഞത്. ആ കോൺഫിഡൻസ് ഇന്ന് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ ചെറുപ്പക്കാർക്ക്, അല്ലെങ്കിൽ നമുക്ക് തന്നെ അല്ലേ? ഈശ്വരനെ കാണണം, അനുഭവിക്കണം, ഈ ഒറ്റ ദാഹം മാത്രമാണ് അദ്ദേഹത്തിനെ മഹാസാധകനാക്കിയത്. അതിന് അദ്ദേഹത്തിന് കിട്ടിയ ആ ഉപകരണം എന്താ? സഹൃദൈവ പ്രപന്നായ. ഞാൻ നിൻ്റെയാണ് അമ്മേൻ എന്ന് അദ്ദേഹം പറഞ്ഞോ, അന്ന് കാളി അദ്ദേഹത്തിനെ തൻ്റെ എത്ര ആയിരം കൈകളുണ്ടോ അതുകൊണ്ട് മുഴുവൻ സകല ആയുധങ്ങളും താഴെയിട്ടിട്ട് ആ മകനെ കെട്ടിപ്പിടിച്ചു. നമ്മുടെ കാലത്തിൻ്റെ ഏറ്റവും വലിയ രോഗം എന്താണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഭഗവാനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഭഗവാനെ നമ്മളാരും അനുഭവിക്കുന്നില്ല. നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയയും വെച്ചിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെല്ലും, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ചെന്നിട്ട് പറയും ഭഗവാൻ എന്നെ നോക്കി ചിരിച്ചു, ഭഗവാൻ എന്നെ നോക്കി കണ്ണീര് വീഴ്ത്തി, ഭഗവാൻ എന്നെ ചവിട്ടി, ഭഗവാൻ തിരിഞ്ഞു നിന്നു. ഇതിലൊക്കെ നിമിത്തവും സന്ദേശവും കണ്ടെത്താൻ നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അതിലും നല്ലത് വല്ല ട്രക്കിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന എഴുത്ത് വായിച്ചിട്ട് അതിനെ ഉപദേശമായിട്ട് എടുക്കുക നല്ലത്. കണ്ടിട്ടില്ലേ ബസ്സിൻ്റെ ലോറയുടെയൊക്കെ മുകളിൽ നീ എന്നെ മറന്നോ എന്നൊക്കെ എഴുതിയിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? അങ്ങനെ വല്ലതൊക്കെ ഞാൻ കാര്യമായിട്ട് ഈ ഒരു ഫാലസിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഭഗവാനെ അനുഭവിക്കാൻ പഠിക്കുന്നില്ല. കാരണം മനസ്സുകൊണ്ട് അനുഭവിക്കാൻ പറ്റില്ല. നിർമ്മലാനന്ദ സ്വാമി ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ കഷ്ടവും ഗതികേടെന്ന് തന്നെ പറയാവുന്നതാണ്. ഈ മനസ്സിനെ സംഹരിക്കാൻ നമ്മുടെ ആകെ ഒരു ഉപകരണമേ ഉള്ളൂ, അതിൻ്റെ പേര് മനസ്സ് എന്നാണ്. അതിനെ എങ്ങനെ ഇല്ലാണ്ടാക്കും? മനസ്സുകൊണ്ടേ ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ നമ്മുടെ കാലഘട്ടത്തിലേക്ക് ഇറങ്ങി വരുന്നത് ഒരൊറ്റ പ്രഖ്യാപനമായിട്ടാണ്: ഈശ്വരനെ കാണാം, ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്കും അതേപോലെ കാണാം. നമ്മൾ അന്യോന്യം തമ്മിൽ കാണുന്നതിലധികം വ്യക്തമായിട്ട് അദ്ദേഹം ദേവതയെ കണ്ടിട്ടുള്ളതാണ്. യുവാവായിട്ടുള്ള ആ സമയത്ത് 17 വയസ്സൊറ്റ പ്രായത്തിൽ അദ്ദേഹത്തിന് ഒരു ദിവസം ആ കല്ലിലെ വിഗ്രഹത്തിൻ്റെ മുന്നിൽ രാംപ്രസാദ് സെന്നിന് ഒരു ഗ്രാമത്തിൽ ചുമരിൽ കാളിയെ ഞാൻ എങ്ങനെ പ്രതിഷ്ഠിക്കും, ഞാൻ ആ കഥ പറഞ്ഞിട്ടുണ്ട്. കാളിയുടെ കഥകൾ പറയുമ്പോൾ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എങ്ങനെ സാധാരണക്കാർക്ക് നിൻ്റെ രൂപത്തിനെ കാണിച്ചു കൊടുക്കും, അതിന് എനിക്കൊരു രൂപം താന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് സ്വന്തം വീട്ടിൽ ആ സ്വന്തം ഗ്രാമത്തിൽ അദ്ദേഹം നടക്കുമ്പോൾ ഈ ചുമരിൽ പണ്ട് പ്ലാസ്റ്ററിങ്ങിന് പകരം ചാണകം പതിക്കും. ചാണകത്തിൻ്റെ വരളി ഒരു പെൺകുട്ടി ഇങ്ങനെ കാല് വെച്ചുകൊണ്ടിട്ട് ഇങ്ങനെ പതിക്കണം. അവിടെ പെട്ടെന്ന് കാണുകയാണെങ്കിൽ ആ അടിക്കലിൽ ഇങ്ങനെ അടിച്ചിട്ട് പെട്ടെന്ന് ഇദ്ദേഹം അവിടെ എത്തിയപ്പോൾ, ഇദ്ദേഹം ഒരു മുതിർന്ന ആളാണ്, ആദരണീയനാണ്, അതുകൊണ്ട് അറിയാണ്ട് ഞാൻ നാക്ക് കടിച്ചു. ആ രൂപത്തിൽ അമ്മയെ കാണുകയാണ്. അത് തന്നെയാണ് ദക്ഷിണേശ്വരത്തെ ഭവതാരിണി. ആ വിഗ്രഹം അങ്ങനെയാണ്, കൈ ഇങ്ങനെയാണ്, ഇങ്ങനെ കാലും വെച്ച് കണ്ടോ അറിയാം, ഇങ്ങനെ ഒന്ന് കാണിക്കാം. അതാണ് അതിൻ്റെ മഹത്വം. ഒരു സാധാരണ ഗ്രാമീണ പെൺകുട്ടിയുടെ ശരീരത്തിൻ്റെ ഒരു പോസ്റ്റർ എന്നാണ് ഭവതാരണ വിഗ്രഹത്തിനെ അദ്ദേഹം രൂപകൽപ്പന ചെയ്യണതും ബംഗാൾ മുഴുവൻ പ്രചരിപ്പിച്ചതും. രാംപ്രസാദ് സെന്നിൻ്റെ കവിതകൾ പാടി നടക്കലായിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ്റെ ചെറുപ്പത്തിലെ ഏറ്റവും വലിയ ഹോബികളൊന്ന്. പിൽക്കാലത്ത് പറഞ്ഞ പല കഥകളിലും ആ പാട്ടുകളുടെയും ആ അറിവിൻ്റെയും സെന്നിൻ്റെ സ്വാധീനം കാണാൻ നമുക്ക് സാധിക്കും. അപ്പം അങ്ങനെ അമ്മ ജീവനുള്ളവളാണോ അല്ലയോ എന്ന് അറിയണം മൂപ്പർക്ക്. അതിനുള്ള ടെസ്റ്റുകളാണ്.
അദ്ദേഹം അമ്മയെ വിളിച്ച് കരയണം, അമ്മയെ നീ യാഥാർത്ഥ്യമാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് നിന്നെ കാണാൻ കഴിയുന്നില്ല. ഇതൊരു സാധാരണ പ്രാർത്ഥനയല്ല, ആത്മാവിൻ്റെ നിലവിളി എന്ന് തന്നെ പറയാം. ഒടുവിൽ സഹിക്കാനാവാതെ അമ്മയുടെ കയ്യിലിരിക്കുന്ന ആ വാളെടുത്തിട്ട് തൻ്റെ കഴുത്തിൻ്റെ നേരെ കൊണ്ടുവന്നപ്പോൾ സമസ്ത പ്രപഞ്ചവും ലയിച്ചു പോയി. ചൈതന്യത്തിൻ്റെ ഒരു അനന്ത സമുദ്രത്തെ ഭട്ടതിരി എഴുതിയിട്ടുള്ള വാക്കുണ്ടല്ലോ, സന്ദ്രാനന്ദാവബോധാത്മകം എന്നും നിഗമശതസഹസ്രേണ നിർഭാസ്യമാനെന്നും പറയുന്നതും പിന്നീട് പീയൂഷാപ്ലാവിതോഹം തതനു തതുതരേ ദിവ്യ കൈശോര വേഷം ദിവ്യ കാളീ വേഷം. അനുഭവം തന്നെയാണ്. കരിങ്കൂവളപ്പൂക്കളുടെ നിറമുള്ള വെളിച്ചത്തിൻ്റെ ഉള്ളിൽ കണ്ടു പറഞ്ഞ സഹസ്രാര പത്മത്തിൻ്റെ നിറം, സഹസ്രാരം വിരിയുമ്പോൾ കാണുന്നത് കരിങ്കൂവളപ്പൂവിൻ്റെ നിറത്തിലാണ്. അത് ഏത് ദേവതയെ വിളിച്ചാലും അങ്ങനെ വരുള്ളൂ. ആ അനുഭവം തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, അത് തന്നെ ഇവിടെ. അപ്പം ഇങ്ങനെ മനോഹരമായിട്ടുള്ളൊരു സമാന്തരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. രാമൻ സീതയെ തൻ്റെ ശക്തിയെ അന്വേഷിച്ച് വനത്തിൽ അലഞ്ഞു. ശ്രീരാമകൃഷ്ണദേവൻ നമ്മുടെ ഉള്ളിലൊക്കെ കുടികൊള്ളണ ശക്തി അന്വേഷിച്ചിട്ട് ആത്മാവിൻ്റെ കാട്ടിൽ അലഞ്ഞത് എന്ന് മാത്രം. ഒരാൾ പുറത്തെ കാട്ടിൽ അലഞ്ഞു, മറ്റേ ആൾ അകത്തെ കാട്ടിൽ അലഞ്ഞു. നമ്മൾ അകത്തെ കാട്ടിൽ ദുഷ്ടമൃഗങ്ങളെ ഇപ്പം പാലും പഴവും മാംസമൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുക. അതിന് വേട്ടയ്ക്ക് നമ്മൾ അതിൻ്റെ വേട്ടയാടാൻ വേട്ടക്കാരനെയോ ശാസ്താവിനെ ഒന്നും വിളിക്കുന്നില്ല, മന്ത്രമൊക്കെ ചെല്ലും അല്ലേ. രാഗദ്വേഷാദി വിധമൃഗപടലി ഭീതിഗദ്ഭൂത ഭർത്ത എന്നാണ് രേവന്തമൂർത്തിക്ക് ഈ കുതിരാനിലിരിക്കുന്ന ശാസ്താവിൻ്റെ ധ്യാനത്തിൽ. മനസ്സിലുള്ള രാഗദ്വേഷങ്ങളാകുന്ന നാനാവിധ മൃഗങ്ങളുടെ കൂട്ടങ്ങളെ യഥേഷ്ടം വേട്ടയാടി ശാസ്താവേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെയല്ലേ വേട്ടക്കാരനും ചെയ്യുന്നു. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? ഇതൊക്കെ ജപിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതിനെ വളർത്തിക്കൊണ്ടായിരിക്കണം. നമുക്ക് ഈ മൃഗങ്ങളൊക്കെ വേണം. അതുകൊണ്ട് നമ്മളോട് പറയും ശിവനെ ഒന്നും വീട്ടിൽ വെച്ച് പൂജ കഴിക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ മൂപ്പര് വന്നതൊക്കെ കട്ടി. നമുക്ക് ഈ ദുരിതമൊക്കെ വേണം, അതിനൊന്നും കളയാൻ വയ്യ. അപ്പോൾ രക്ഷിക്കുന്ന ആളെ നമുക്ക് കൊണ്ടുവരാനും വയ്യ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹിപ്പോക്രസിയിലാണ് നമ്മുടെ ആധ്യാത്മികത. അപ്പോൾ ചില സമയത്തൊക്കെ എനിക്ക് ഭയങ്കര സ്വയം പുച്ഛവും നാണവും ഒക്കെ തോന്നാറുണ്ട്. എന്തിനാണ് ഈ പ്രഭാഷണങ്ങളൊക്കെ ചെയ്യണത്? ഈ മഹാത്മാക്കളൊക്കെ ഇവരുടെ ജീവിതം ഇതുപോലെ ത്യാഗം ചെയ്ത് കടന്നു പോയിട്ട് നമ്മൾ എന്താ കാണിക്കണത് അവരെ വെച്ചിട്ട്? വിരഹം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള വിരഹം എന്താ? രാമൻ്റെ സീതാവിരഹം എന്ന് പറയുന്നത് ബ്രഹ്മത്തിന് പ്രാണശക്തി നഷ്ടപ്പെട്ട അവസ്ഥയാണ് എന്ന് പറയും. അത് ഈ വാൽമീകി രാമായണത്തിൻ്റെ നല്ല രസമായിട്ടുള്ള ചില ടെക്സ്റ്റുകൾ, നല്ല വ്യാഖ്യാനങ്ങളിലൊക്കെ നല്ല ഭംഗിയായിട്ട് യോഗവിദ്യയുടെ ഭാഷയിൽ പറയുന്ന സമയത്ത് സീതാവിരഹത്തിനെ വ്യാഖ്യാനിക്കാറുണ്ട്. നമ്മുടെ അന്തരാത്മാവ് നമ്മുടെ ശക്തിയെ തേടുന്ന ഒരവസ്ഥയാണ്. മറ്റൊരു ഭാഗത്ത് ശ്രീരാമകൃഷ്ണൻ സ്വന്തം അമ്മയെ കിട്ടാണ്ട് മാതൃവിരഹത്തിൽ കരയണം, ഒരാൾ ഭാര്യാവിരഹത്തിൽ കഴിയണം. ആഴത്തിൽ നോക്കുമ്പോൾ രണ്ടിലും സത്യമുണ്ട്. യഥാർത്ഥ സ്നേഹത്തിനെ വിരഹത്തിൻ്റെ തീ അറിയുള്ളൂ. ഞാൻ നിൻ്റെയാണെന്ന് തോന്നലുണ്ടെങ്കിൽ അവിടെ വിരഹമുള്ളൂ, ഇല്ലെങ്കിൽ എന്ത് വിരഹം? ഒരു വിരഹമില്ല. അതുകൊണ്ട് ഈശ്വരനെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്ക് ഈശ്വരൻ്റെ അഭാവം പോലും സഹിക്കാനാവാത്തതായിട്ട് മാറുകയാണ്. വാസ്തവത്തിൽ അമ്മ എവിടെയും പോയിട്ടില്ല, പ്രപഞ്ചം മുഴുവൻ അമ്മയാണ്. പക്ഷേ ശ്രീരാമകൃഷ്ണദേവൻ ആ ഒരു പോയിന്റിൽ അതിനെ ആവിർഭവിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. അവസാനം കുട്ടിയുടെ പിടിവാശിക്ക് അമ്മ അങ്ങോട്ട് വഴങ്ങിക്കൊടുക്കുക. എന്നാൽ പിൽക്കാലത്ത് അദ്ദേഹം അങ്ങനെ പിടിവാശിപ്പെട്ടിട്ടില്ല. അദ്ദേഹം സകലത്തിലും കാണാൻ തുടങ്ങി. അമ്മയെ ഒരിക്കൽ കണ്ടപ്പോൾ മനസ്സിലായി അമ്മ വിഗ്രഹത്തിൽ മാത്രമല്ല. അതുകൊണ്ട് എന്താ, അവിടെ ക്ഷേത്ര മുറ്റത്ത് അലഞ്ഞു കിടന്നിരുന്ന പട്ടിക്കും പൂച്ചയ്ക്കും വരെ എടുത്തിട്ട് അദ്ദേഹം നേദ്യം നേദിക്കുന്നതിന് മുമ്പ് പ്രസാദമാവുന്നതിന് മുന്നേ കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പം ഈശ്വരാനുഭവം ബുദ്ധി കൊണ്ടല്ല, ഹൃദയത്തിൻ്റെ വ്യാകുലത കൊണ്ടാണ് ലഭിക്കുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ളൊരു ഉപമ, നമ്മുടെ തല വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ മുക്കിപ്പിടിച്ച ശ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ പെട്ടഞ്ഞിട്ട് അവസാനം ഒരു പോയിന്റ് എത്തും. ഇനി നമ്മളെ കൊണ്ട് സാധിക്കില്ല. അത്ര തീവ്രമായിട്ട് നമ്മൾ ഈശ്വരന് വേണ്ടിയിട്ട് ഹൃദയം പിടയണ സമയത്ത് അമ്മ പ്രത്യക്ഷപ്പെടുന്ന പറഞ്ഞു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത്രയൊക്കെ മെനക്കെടുണ്ടല്ലേ ചോദിച്ചിട്ട് നമ്മൾ വീണ്ടും ഗീതാ ക്ലാസ്സിലൊക്കെ പോയിരിക്കും അല്ലേ? അതല്ലേ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു അനുഭവം കൊണ്ടൊന്നും അദ്ദേഹം നിർത്തിയില്ലല്ലോ. അദ്ദേഹം എന്താ ചെയ്തത്? തന്ത്രമാർഗത്തിൽ പോയി, അദ്വൈതമാർഗത്തിൽ പോയി, ദാസ്യഭാവത്തിൽ പോയി, മധുരഭാവത്തിൽ പോയി, സകല വഴിയും പരീക്ഷിച്ചു, മറ്റു മതങ്ങളുടെ വഴി പരീക്ഷിച്ചു. അതിലൊക്കെ സാധന ചെയ്ത് എല്ലാം ഒരേ സത്യം 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 പറഞ്ഞിട്ട് യഥോ മത് തഥോ മത് എന്ന് ബംഗാളിയിൽ പറഞ്ഞു. എത്ര മതങ്ങളുണ്ടോ അത്രയും വഴികളുണ്ട്.
അത് ഉറപ്പിച്ച് പറയുക. ചുമ്മാ വെറുതെ ആരോ പഠിപ്പിച്ച തിയറിയൊന്നുമല്ല പറഞ്ഞത്. അനുഭവം വരുന്ന ഒരാൾ അതേ പറയൂ. ഒരു കുളത്തിന് പല കടവുകളുണ്ട്. ഒരിടത്ത് ജലം എന്ന് വിളിക്കും, വേറെ സ്ഥലത്ത് പാനി എന്ന് പറയും, വേറെ സ്ഥലത്ത് വാട്ടർ എന്ന് പറയും. പേരുകളൊക്കെ പലതാണ്, വസ്തു ഒന്നാണ്, ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഇങ്ങനത്തെ അദ്ദേഹത്തിൻ്റെ വിശേഷമായിട്ടുള്ള ഉപമകളൊക്കെ വളരെ രസമായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു വാക്ക് പറഞ്ഞു, ദാസ്യം. അവിടെയാണ് അത്ഭുതകരമായിട്ടുള്ള മറ്റൊരു ബന്ധം വരുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ സാധനാകാലത്ത് ശ്രീരാമനെ ഉപാസിച്ചിട്ടുണ്ട്. അപ്പോൾ ദാസ്യഭാവം പരീക്ഷിച്ചത് അതിലാണ്. ഹനുമാനാണ് താൻ സ്വയം സങ്കല്പിച്ചിട്ടാണ്. അക്കാലത്ത് അദ്ദേഹം മരങ്ങളിൽ ചാടി നടക്കുകവരെ ചെയ്തിരുന്നു എന്നൊക്കെ പറയാം. വാനര സ്വഭാവം അദ്ദേഹം കാണിച്ചിരുന്നു പലപ്പോഴും. രാമദാസനായിട്ട് അദ്ദേഹം ജീവിക്കുന്നു. ആ ഭാവം അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ പോലും പ്രകടമായി. കൃഷ്ണൻ്റെയും രാമൻ്റെയും ഒക്കെ പേരുള്ള മഹാപുരുഷൻ ശ്രീരാമൻ്റെ ഏറ്റവും വലിയ ഭക്തൻ എന്നുള്ള ആ ഭാവത്തിൽ കൂടെ കടന്നുപോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ദാസ്യഭാവം രാമനും രാമകൃഷ്ണനും ഇടയിലുള്ള പാലാണ്. ഞാൻ പറഞ്ഞില്ല, ആ കോണിയുടെ രണ്ടറ്റാണ്. ഒരാൾ താഴെ ഒരാൾ മുകളിലും. ഒരാൾ ഇറങ്ങി വരുമ്പോൾ മറ്റേ മുകളിലേക്ക് കയറുന്നു. ഇവർ മീറ്റ് ചെയ്യണ പോയിന്റ് ഹനുമാനിലാണ്. അത് ശ്രീരാമകൃഷ്ണദേവൻ്റെ സാധനയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹനുമാൻ ശക്തനാണ്. അത്യത്ഭുതകരമായിട്ടുള്ള ബുദ്ധിയുണ്ട്. സാധാരണ ശക്തി ബുദ്ധി എല്ലാവർക്കും ചേർന്ന് വരില്ല. നല്ല ജിമ്മായിരിക്കും, തലയിലൊന്നും ഉണ്ടാവില്ല. തലയിൽ ഭയങ്കരമായിരിക്കും, കണ്ടാൽ അങ്ങനെയുണ്ടാവും. പ്രകൃതി അങ്ങനെ കൊടുക്കാറില്ല. ഇത് രണ്ടും ചേർന്ന് വന്നിട്ടുള്ള ഒരാൾ. മാത്രമല്ല ഇതിലൊക്കെ ഉപരി ധൈര്യമുണ്ട്. ഈ ധൈര്യം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമ്മൾ ഇനി അറിയണതല്ല ധൈര്യം. ഞാൻ അനശ്വരനായ ആത്മാവാണെന്ന് ആർക്കുറച്ചിട്ടുണ്ടോ അവനാണ് ധൈര്യശാലി. ബാക്കി ഒന്നും ധീരതയല്ല. എന്താ പറയുക, തൻ്റെ ശക്തിയെ തനിക്ക് വേണ്ടി ഒരിക്കൽ പോലും അങ്ങനെയുള്ള ഒരാൾ ഉപയോഗിക്കില്ല. എല്ലാം രാമന് വേണ്ടിയിട്ട്. കിം കരോമി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് എപ്പോഴും. എന്താ വേണ്ടത്? അതും ചിലത് അറിഞ്ഞങ്ങോട്ട് ചെയ്യാം. ഭഗവാൻ മനസ്സിൽ കാണുമ്പോഴേക്കും ഹനുമാൻ അത് എടുത്ത് ചെയ്യും. ഹനുമാൻ്റെ ലൈഫ് അങ്ങനെയാണ്. അവിടെ അഹങ്കാരം നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു വിശുദ്ധമായിട്ടുള്ള അഹങ്കാരം നമുക്ക് സൂക്ഷിക്കാം. നമുക്ക് ശരീരബോധമാണ് വിശുദ്ധമായിട്ടുള്ള ആ അഹങ്കാരത്തിനെ ഭക്തിയിലേക്ക് കൊണ്ടുവന്ന അഹങ്കാരം കുറച്ച് ശുദ്ധവും. അപ്പോൾ അതിനെ വിളിക്കണ പേരാണ് വിശുദ്ധമായിട്ടുള്ള അഹങ്കാരം. വാസ്തവത്തിൽ അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ഭഗവാന്റെ ദാസനാണ്, ഞാൻ അമ്മയുടെ മകനാണ്, ഞാൻ ഭക്തനാണ്. ഇങ്ങനെ പക്വമായിട്ടുള്ള അഹത്തിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ശ്രീരാമൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ചോദ്യം. ഞാൻ പല പ്രഭാഷണങ്ങളും അത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും എൻ്റെ ഏറ്റവും വ്യക്തിപരമായിട്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വരിക അത്. അവസാനം എല്ലാ യുദ്ധവും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ശ്രീരാമസ്വാമിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ ഞാനുമായിട്ട് ബന്ധമുള്ളവരാണ്, ഇവൻ മാത്രം എന്താ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? നമ്മൾ ചോദിക്കില്ലേ ചില ആൾക്കാർ, അയാൾക്ക് എന്തോടെ എന്നോട് ഇത്രയ്ക്ക് ഇഷ്ടം എന്ന് നമ്മൾ ചിന്തിക്കും. ഞാൻ ഒന്നും അവന് കൊടുത്തിട്ടില്ല. എവിടുന്നോ അവൻ പെട്ടെന്ന് ഒരു ദിവസം പ്രത്യക്ഷപ്പെടുന്നു എൻ്റെ മുന്നിൽ. പിന്നെ അവൻ്റെ ജീവിതം എനിക്ക് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കുന്നു. എന്നാൽ അവനോടെന്നെ ചോദിച്ചടയാമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ചോദിക്കുകയാണ്, നിനക്ക് എന്നോട് എന്താ ഇത്ര സ്നേഹം? ഞാൻ നിനക്ക് ഒന്നും ചെയ്തു തന്നിട്ടില്ലല്ലോ. ഞാൻ എത്ര ജന്മെടുത്താലും ആഞ്ജനേയ, നിനക്ക് നീ തന്ന സ്നേഹത്തിൻ്റെ ഒരു അംശം എനിക്ക് തിരിച്ചു തരാൻ പറ്റില്ല എന്ന് ശ്രീരാമൻ പറയും. നീ എൻ്റെ ആരാ? അതാണ് ആ ക്വസ്റ്റ്യൻ. ഹു ആർ യു ടു മീ? നീ എനിക്ക് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പ്രസിദ്ധമായിട്ടുള്ള ആ മറുപടി വരുന്നുണ്ട്. ദേഹബുദ്ധ്യാ ദാസോസ്മി, ജീവബുദ്ധ്യാ ത്വദംശക, ആത്മബുദ്ധ്യാ ത്വമേവാഹമിതി മേ നിശ്ചിതാമതി. ഞാൻ ദേഹമാണെന്നുള്ള ബോധത്തിലിരിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ വേലക്കാരനാണ്. ഞാൻ അങ്ങ് മുതലാളി, ഞാൻ തൊഴിലാളി, ഞാൻ ദാസനാണ് അങ്ങയുടെ. ഞാൻ ജീവനാണ്, ശരീരമല്ല, ഈ ജീവശക്തിയാണെന്നുള്ള ബോധത്തിലാണെങ്കിൽ ഞാൻ അങ്ങയുടെ അംശമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങ് ഭഗവാൻ, ഞാൻ ഭക്തൻ. ഞാൻ ആത്മബോധത്തിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരാളാണ്. അതാണ് ആ ഗ്രേറ്റ്നെസ്സും ഒക്കെ. ഇതന്നെയല്ലേ ദ്വൈതവും വിശിഷ്ടാദ്വൈതവും അദ്വൈതവും ഒക്കെ. എന്നിട്ട് വെറുതെ കിടന്ന് തല്ലുകൂടുന്നില്ലേ? ഞങ്ങൾ പറഞ്ഞത് മാത്രം ശരി, ഞങ്ങളുടെ സ്കൂള് മാത്രം ശരി എന്ന് പറഞ്ഞിട്ട് അദ്വൈതിയെ കണ്ടാൽ ചെരുപ്പോണ്ടടിക്കണമെന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഭക്തിപ്രസ്ഥാനമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ. ഞാൻ വെറുതെ പറയില്ല, ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ഞാൻ പണ്ട് ചില പ്രഭാഷണങ്ങളൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹനുമാൻ ഒരേ സമയം ദാസനും ബ്രഹ്മവുമാണ്. തിരിച്ചറിവിൻ്റെ പടവുകളിൽ നിൽക്കുമ്പോൾ ദാസൻ, ഭക്തൻ, ബ്രഹ്മം. ഇത് തന്നെയാണ് ശ്രീരാമകൃഷ്ണദേവൻ. അമ്മയുടെ ദാസൻ, അമ്മയുടെ ഭക്തൻ, സമാധിയിലായ അമ്മ തന്നെ, ബ്രഹ്മസ്വരൂപൻ. രാമൻ ശരണം സ്വീകരിക്കണവനാണെങ്കിൽ ശ്രീരാമകൃഷ്ണൻ ശരണം എന്തെന്ന് പഠിപ്പിക്കണവനാണ്. അമ്മേ, നിൻ്റെ ഇഷ്ടം, ഞാൻ യന്ത്രം, നീയാണ് യന്ത്രി.
യന്ത്രത്തിൻ്റെ ശക്തി നീയാണ്. ശ്രീരാമസ്വാമി നമുക്ക് വാഗ്ദാനം ചെയ്ത അതേ ശരണാഗതി സകൃദേവ പ്രപന്നായ എന്ന് പറഞ്ഞത് ശ്രീരാമകൃഷ്ണദേവൻ ജീവിച്ച് കാണിക്കുകയാണ്. നമുക്ക് കുറച്ച് സമയം കൂടെ ഉള്ളതുകൊണ്ട് ഇനി ഇതിൻ്റെ മറ്റൊരു വശം, ഇതിൻ്റെ ഒരു ഹൃദയഭാഗത്ത് ചെന്നാൽ, ഈ രാമനും രാമകൃഷ്ണനും എന്നുള്ള ആ വിഷയത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് ചെന്നാൽ ധർമ്മം, ഭക്തി, ശരണാഗതി, ഈശ്വരാനുഭവം, ഇതൊന്നും വെവ്വേറെയല്ല. നമുക്ക് കൃത്യമായി മനസ്സിലാവും ഇവർ രണ്ടുപേരുടെയും ജീവിതം നോക്കിക്കഴിഞ്ഞാൽ. നമ്മുടെ വിചാരം ധർമ്മം ഒരു വഴിക്ക്, ഭക്തി വേറൊരു വഴിക്ക്, ശരണാഗതി വേറൊരു വഴിക്ക്, ഈശ്വരാനുഭവം വളരെ കഷ്ടം, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ വാസ്തവത്തിൽ ഒരേ നദിയുടെ 4 വളവുകളാണ്. നദി ഇങ്ങനെ വളയണ പോലെ. ധർമ്മമാണ് അടിത്തറ. ധർമ്മമില്ലാത്ത ഭക്തി കപടാണ്. കണ്ണാടിയിൽ അഴുക്ക് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും മുഖം കാണാൻ പറ്റില്ല. ധർമ്മം കൊണ്ട് വേണം നമ്മൾ കണ്ണാടി തുടയ്ക്കാൻ. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ തെളിച്ചം വരും. ധർമ്മം പക്വമാകുമ്പോൾ ഭക്തി പറക്കും. ഞാൻ ചെയ്യണു എന്നതിന്ന് ഭഗവാന് വേണ്ടി ചെയ്യണു എന്നതിലേക്ക് എത്തും. ഭഗവാൻ പറയണു അർജുൻ്റെ അടുത്ത് നിമിത്തമാത്രം ഭവ സവ്യസാചി. എപ്പോഴും പറയാറുണ്ട് നിമിത്തമാത്രം ഭവ അർജുനാന്നോ, നിമിത്തമാത്രം ഭവ പാർത്ഥാന്നോ, നിമിത്തമാത്രം ഭവ ധനഞ്ജയെന്നോ ഭഗവാൻ പറയാമായിരുന്നു. വേണമെങ്കിൽ വ്യാസമഹർഷിക്ക് മീറ്ററൊക്കെ ഒപ്പിച്ച് അക്ഷരമൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് സവ്യസാചി എന്നുള്ള വാക്കെന്നെ അവിടെ ഉപയോഗിച്ചു? പുരാണങ്ങളിൽ എപ്പോഴും അഭിസംബോധന ചെയ്യുമ്പോഴുള്ള വാക്കുകൾക്ക് വളരെ പ്രത്യേകതയുണ്ട്. എല്ലാ തോന്നുന്ന മാതിരില്ല. ദാശരഥയെന്ന് വിളിക്കണവിടെ ഒരു കാരണം ഉണ്ടാവും. രാഘവ എന്നാ പറഞ്ഞിരിക്കണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവും. ഒരു കാരണമില്ലാണ്ട കവി അവിടെ അത് ഉപയോഗിക്കില്ല. സവ്യസാചി എന്ന് പറഞ്ഞാൽ 2 കൈ കൊണ്ട് ഒരേ സമയം അമ്പയക്കാൻ പറ്റണമെന്ന അർത്ഥം. അത്രയും സ്കില്ലായിട്ടുള്ള ഒരുത്തൻ്റെ അടുത്ത് പറയണേ, എടാ നീ വെറും നിമിത്തം മാത്രമാണ്. അപ്പം ആ വാക്കവിടെ ഉപയോഗിച്ചതിൻ്റെ ശക്തി ആലോചിച്ച് നോക്കൂ. ഇത്രയും സ്കിൽഫുള്ളായിട്ട് ഒരാൾക്ക് അഹങ്കാരത്തിൻ്റെ പരകോടിയിലെത്താം. എനിക്ക് 2 കൈ കൊണ്ടും ഒരേ സമയം അസ്ത്രശസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ പറ്റും. ആംബിഡെക്സ്ട്രസാ അർജുനൻ. വലത്തും ഇടത്തും ഒരേമാതിരി വഴങ്ങുമായിരുന്നു അദ്ദേഹത്തിന്. ഡാവിഞ്ചിയെ പോലെ. ഒരുപക്ഷെ ലിയാനോഡോ ഡാവിഞ്ചിക്ക് മുമ്പ് അറിയപ്പെടുന്ന ലോകപ്രസിദ്ധനായിട്ട് ആംബിഡെക്സ്ട്രസ് പേഴ്സൺ അർജുനായിരുന്നു. ആ അർജുനോട് പറയുന്നത് നീ വെറും നിമിത്തമാണ്. വളരെ ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കും. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു പ്രഭാഷണങ്ങൾ സ്ഥിരം കേൾക്കണവർക്ക് ഭഗവതോ വീര്യേണ ഭഗവതോ ബലേന ഭഗവതോ വീര്യേണ ഭഗവതസ്തേജസ ഭഗവതകർമ്മണ ഭഗവതകർമ്മ കരിഷ്യാമി ഭഗവതോ വാസുദേവസ്യ. ഭഗവാന്റെ വീര്യം കൊണ്ട്, ഭഗവാന്റെ ബലം കൊണ്ട്, ഭഗവാന്റെ ഇഷ്ടത്തിന്, ഭഗവാന്റെ കർമ്മത്തെ ഭഗവാന്റെ ആജ്ഞ കൊണ്ട് ഞാൻ ചെയ്യണമെന്ന്. ആർക്ക് വേണ്ടി? ഭഗവാന് വേണ്ടിയിട്ട്. ഈ ഭാവം ഉണ്ടാക്കുക എന്നുള്ള, അവിടെ ഞാൻ എന്നുള്ള ഭാവം അവിടെ ഇറക്കി വയ്ക്കുക. ഞാൻ എന്നുള്ള ഭാവം ഹനുമാൻ സ്വാമി എപ്പോൾ ഇറക്കി വെച്ചോ അപ്പോൾ അദ്ദേഹത്തിന് മഹൽക്കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ശക്തി ഉണ്ടായി. അഥവാ ശക്തി ഉണർന്നു. ചെറിയ ഞാൻ മരിക്കുമ്പോൾ അകത്ത് വലിയ ഞാൻ എന്നുള്ള ബ്രഹ്മഭാവം ഉണരുന്നു. ചെറിയ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാനാണ്. വലിയ ഞാൻ എത്രയോ വലുതാണ്. ആ ഞാൻ, ആ വലിയ ഞാനാണ് കൃഷ്ണൻ ഗീതയിൽ ഞാൻ 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 എന്ന് പറഞ്ഞ് ഇവിടെ പഠിപ്പിക്കണം. എന്താ? ദേവകി പ്രസവിച്ച ആ ശരീരമാണെന്നാണ് പഠിപ്പിക്കുന്നത്. അത് കടന്നുപോയി. അദ്ദേഹം ആ ബ്രഹ്മഭാവത്തിൽ നിന്നിട്ടാണ് മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അതുകൊണ്ടാണ് കൃഷ്ണൻ വലുത്, ബാക്കി ദേവതകൾ ചെറുത്, ബാക്കി ദേവതകളൊക്കെ കൃഷ്ണൻ്റെ ജോലിക്കാരാണ്. ഇതൊക്കെയാണല്ലോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശരണാഗതി പൂർണ്ണമാവണ സമയത്ത് ഈശ്വരാനുഭവം പൊട്ടിപ്പടരും. ഇന്ന് ഈശ്വരൻ ഒരാശയമല്ലാതെ അനുഭവമായിട്ട് മാറും. ഈശ്വരൻ ഇപ്പം നമുക്കൊക്കെ ആശയമാണ്. എല്ലാവർക്കും ഈശ്വരൻ ഒരാശയമാണ്. 2 തരം വിശ്വാസികളാണ് ലോകത്തിൽ. ഈശ്വരൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരും ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരും. 2 പേരും വിശ്വാസികളാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശ്രീരാമനെ ധർമ്മം മാത്രം, ശ്രീരാമകൃഷ്ണനെ ഭക്തി മാത്രം എന്ന് പറഞ്ഞിട്ട് ഫ്രെയിമിൽ അടിച്ചു വെക്കല്ലേ. പലരും ചെയ്യുന്നതാണ്. പല എഴുത്തുകളും വായിക്കുമ്പോൾ, പല ലേഖനങ്ങളും വായിക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യമാണ്, എന്തിനാ ഇവർ ഈ ഫ്രെയിമിൽ കൊണ്ട് അടിക്കുന്നത്? ശ്രീരാമകൃഷ്ണദേവൻ എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ ഉന്നത സോപാനം കയറിയ ഒരാൾ എന്നൊക്കെ പറഞ്ഞിട്ട്, പ്രത്യേകിച്ച് ഈ പത്രങ്ങളാണ് ഇങ്ങനത്തെ വഷളത്തരങ്ങളൊക്കെ എഴുതുക. രാമനിൽ ആഴത്തിലുള്ള ഭക്തിയും സ്നേഹമുണ്ട്. രാമകൃഷ്ണനിൽ നമുക്കൊക്കെ സങ്കല്പിക്കാവുന്നതിലപ്പുറത്തേക്കും ശുദ്ധമായിട്ടുള്ള ധാർമ്മികതയുണ്ട്. വ്യത്യാസം കിടക്കുന്നത് അതിൻ്റെ ആക്സെൻറ്റിലാണ്, ഊന്നലിലാണ്. എവിടെയാണ് രാമൻ തൻ്റെ സ്നേഹം ഊന്നിയത്, എവിടെയാണ് രാമകൃഷ്ണൻ തൻ്റെ ധർമ്മം ഊന്നിയത്, നമ്മൾ പറയും എവിടെയാണ് ചവിട്ടി നിൽക്കണമെന്നുള്ളതനുസരിച്ചിട്ടാണ്. ടൈലിൻ്റെ ആ സ്ക്വയറിലാണോ അതോ ടൈലിൻ്റെ ഈ സ്ക്വയറിലാണോ എന്നുള്ളതാണ്. നിൽക്കുന്നത് ധർമ്മത്തിൻ്റെ അടിത്തറ തന്നെയാണ്. രാമൻ്റെ ജീവിതത്തിൽ ധർമ്മത്തിൽ കൂടെയാണ് ഈശ്വരത്വം പ്രകടമായത്. രാമൻ ദൈവമാണെന്ന് എങ്ങനെ അറിഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ധർമ്മം കണ്ടിട്ടാണ്. നാരദ മഹർഷിയുടെ അടുത്ത് വാൽമീകി ചോദിക്കുന്നുണ്ട്, 16 ഗുണങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊന്നും ഇന്നത്തെ കാലത്ത് ഉണ്ടാവില്ല അല്ലേ, ഇതൊക്കെ ഇമ്പോസിബിൾ ആയിരിക്കില്ല. അങ്ങനെയല്ല, അങ്ങനെ ഒരാളുണ്ട്. ആരാ? ഇപ്പുണ്ട്, ദശരഥൻ്റെ പുത്രൻ രാമൻ എന്ന് പറഞ്ഞിട്ടാണ്
ബാലകാണ്ഡം ആരംഭിക്കുമ്പോൾ തുടക്കത്തിലെ ശ്ലോകങ്ങളിൽ വരണം. അപ്പോൾ ധർമ്മത്തിലൂടെ ഈശ്വരത്വം പ്രകടമാവണം. രാമകൃഷ്ണൻ്റെ ജീവിതത്തിൽ ഈശ്വരാനുഭവത്തിൽ കൂടെ ധർമ്മം സ്വാഭാവികമായിട്ട് മാറുന്നു, നാച്ചുറൽ ആവണം. ധർമ്മം കഷ്ടപ്പെട്ട് നമ്മൾ ആചരിക്കേണ്ടതല്ല, നാച്ചുറലി വരണം. നമ്മൾ രാവിലെ പല്ലേക്കാൻ എന്തൊക്കെ ആലോചിച്ചിട്ടാണെങ്കിൽ പോയിട്ട് ബ്രഷ് എടുക്കുന്നു, പല്ലിക്കണം, കുറച്ച് ഞാൻ പല്ല് തേച്ചോ, അത്ര പോലും ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ? എന്നിട്ട് വീണ്ടും പോയിട്ട് ചിലപ്പോൾ പല്ല് തേച്ചു. അങ്ങനെ ധർമ്മം ആചരിക്കുന്ന ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടാണെങ്കിൽ കുഴപ്പമില്ല, ധർമ്മമായാൽ മതി. അത്രയും നാച്ചുറൽ ആവണം, സ്വാഭാവികമാവണം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈശ്വരാനുഭവം സംഭവിച്ചതുകൊണ്ട് ധർമ്മം സ്വാഭാവികമായി. ഭഗവാന്റെ ജീവിതത്തിൽ ധർമ്മത്തിൻ്റെ ആചരണത്തിൽ കൂടെ ഈശ്വരൻ്റെ ശക്തിയുടെ പ്രകടനം സ്വാഭാവികമായി. അതുകൊണ്ട് ശ്രീരാമൻ നമ്മളെ പഠിപ്പിക്കണു ധർമ്മം കൈവിടരുത്. ശ്രീരാമകൃഷ്ണദേവൻ നമ്മളെ പഠിപ്പിക്കണു രാമനെ കൈവിടരുത്. ധർമ്മം കൈവിടരുതെന്ന് ഭഗവാൻ പഠിപ്പിക്കുമ്പോൾ ഭഗവാനെ കൈവിടരുതെന്ന് ശ്രീരാമകൃഷ്ണദേവൻ പഠിപ്പിക്കുന്നു. ശ്രീരാമൻ നമ്മളോട് പറയണു ജീവിതം കഠിനമായാലും ശരിയായിട്ടുള്ളത് ചെയ്യുക പറയും. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു മനസ്സ് കരിഞ്ഞ് ചാമ്പലായി പോയാലും അമ്മയെ വിളിക്കുക. ശ്രീരാമൻ നമ്മുടെ പ്രവൃത്തികളെയൊക്കെ ശുദ്ധീകരിക്കുന്നു. ശ്രീരാമകൃഷ്ണദേവൻ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു. ഒരാൾ കർമ്മത്തിനെ ശുദ്ധീകരിക്കുമ്പോൾ കർമ്മത്തിൻ്റെ ഭാവത്തിനെ ഈ ഗുരുനാഥൻ ശുദ്ധീകരിക്കുന്നു. ഒരാൾ നമ്മളെ നല്ല മനുഷ്യനാക്കും ശ്രീരാമൻ. ആ നല്ല മനുഷ്യൻ്റെ ഉള്ളിൽ ഈശ്വരദാഹം ഉണ്ടാക്കിത്തരും മറ്റേ ആൾ. പരസ്പരം അന്യോന്യം കൊടുക്കൽ വാങ്ങൽ അല്ലേ? ആ ഒരു പാരസ്പര്യമാണ് നമ്മളതിൽ കാണുക. അതുകൊണ്ട് അവസാനം നല്ല മനുഷ്യൻ എന്ന് പറയുന്നതും ഈശ്വരഭക്തൻ എന്ന് പറയുന്നതും രണ്ടല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരും. ഇതാണ് നമ്മൾ ഗൃഹസ്ഥർക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ പാഠം. രാമൻ തുടക്കമാണ്, രാമകൃഷ്ണൻ ഒടുക്കാണ്. ഞാൻ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് പറയണം. അവസാനിപ്പിക്കുകയാണ്. ഒരു ചെറിയ ധ്യാനം പറയട്ടെ. കണ്ണടച്ച് ചെയ്യും. നമ്മുടെ ഹൃദയം കണ്ണടയ്ക്കുക, ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ഗുരുവായൂരപ്പ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ക്ഷേത്രം സങ്കല്പിക്കുക. അത് നിങ്ങളുടെ ഇഷ്ടംമാതിരി ആവാം. ഒരു വശത്ത് ധനുർധാരിയായിട്ടുള്ള ശ്രീരാമസ്വാമിയെ കാണുക, ശാന്തൻ, കരുണാമയൻ, നീലമേഘവർണ്ണൻ. മറുവശത്ത് ശ്രീരാമകൃഷ്ണദേവൻ സമാധിയിൽ പകുതി അടഞ്ഞ കണ്ണുകളോട് കൂടിയിട്ട് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ പോലെ നിഷ്കളങ്കായിട്ടുള്ള പുഞ്ചിരിയായിട്ട് കണ്ണിന്ന് ധാരധാരയായിട്ട് അശ്രുക്കൾ വീണുകൊണ്ടിരിക്കുന്ന ഭാവത്തിൽ അവർ രണ്ടുപേരും ചേർന്ന് പ്രകാശത്തിൻ്റെ ഒരു വലിയ സ്തംഭമായിട്ട് മാറുന്നത് സങ്കല്പിക്കുക. വെളിച്ചം മാത്രം. മനസ്സിൽ പതുക്കെ പറയുക, ഭഗവാനെ, ഞാൻ അങ്ങയുടെയാണ്. എൻ്റെ ധർമ്മം അങ്ങയുടെയാണ്. എൻ്റെ എല്ലാ ഭാരവും അങ്ങയുടെയാണ്. എൻ്റെ ശരീരത്തിൻ്റെ ഭാരം, എൻ്റെ മനസ്സിൻ്റെ ഭാരം, എൻ്റെ കർമ്മങ്ങളുടെ ഭാരം, എൻ്റെ ഉത്തരവാദിത്തങ്ങളുടെ ഭാരം, എൻ്റെ കുറ്റബോധങ്ങളുടെ ഭാരം, എൻ്റെ വിജയങ്ങളുടെ ഭാരം, എൻ്റെ പരാജയങ്ങളുടെ ഭാരം, ഇത് മുഴുവൻ നിൻ്റെയാണ്. അത് പറഞ്ഞ് ഒരു ശ്വാസം എടുത്തിട്ട് മെല്ലെ സാവധാന ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഈ ഭാരങ്ങൾ മുഴുവൻ ആ പ്രപഞ്ചത്തിൽ ആ മഹാവെളിച്ചത്തിൽ ലയിച്ചു പോകാനായിട്ട് സങ്കല്പിക്കുക. ഉള്ളിലെ ഭാരം ഇറങ്ങിപ്പോകുന്നത് അനുഭവിക്കുക. തൂവൽ പോലെ ആയാലും ഇല്ലെങ്കിലും കണ്ണു തുറക്കാം. ഇത് നിത്യേന ചെയ്താൽ മതി. ഇതൊരു വളരെ ശക്തമായിട്ടുള്ള ഒരു ധ്യാനമാണ്. 5 മിനിറ്റ് കൂടെ സ്വാമിജി എനിക്ക് തന്ന 6:10 എന്നാണ് പറഞ്ഞത്. 5 മിനിറ്റ് എടുത്തോട്ടെ, 5 മിനിറ്റ്. ഒരിറ്റ് ചെറിയൊരു കഥ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഗംഗയുടെ കരയിൽ ഇതിൻ്റെ പ്രാമാണികതയൊന്നും അന്വേഷിക്കരുത്. ശ്രീരാമകൃഷ്ണദേവനുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളൊന്നും അന്വേഷിക്കാൻ പോകണ്ട. ഒരു കഥ കേൾക്കണം, അതിൽ നിന്ന് കിട്ടേണ്ട സാധനം നമുക്ക് കിട്ടിയാൽ മതി എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഗംഗയുടെ കരയിൽ ദക്ഷിണേശ്വരത്തിൻ്റെ അധികം അടുത്തല്ലാണ്ട് ഒരു കടത്തുവള്ളം ഉണ്ടായിരുന്നു. അത് തുഴഞ്ഞു പോയിരുന്നത് ആൾക്കാരെ അക്കരയ്ക്കരിയും കൊണ്ടുപോയിട്ടിരുന്നത് വളരെ വയസ്സായിട്ടുള്ളൊരു തോണിക്കാരൻ, ഗോവിന്ദ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. 80 വയസ്സ് കഴിഞ്ഞു അദ്ദേഹത്തിന് അക്ഷരം അറിയില്ല, ശാസ്ത്രം അറിയില്ല, വേദം അറിയില്ല. ജീവിതം മുഴുവൻ തുഴയും വെള്ളവും അക്കരയിൽ നിന്ന് ഇക്കരയ്ക്ക്, ഇക്കരയിൽ നിന്ന് അക്കരയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു നിധി ഉണ്ടായിരുന്നു, രാമനാമം.
അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിക്കണതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പണ്ട് പറഞ്ഞു, മകനെ നിനക്ക് അക്ഷരമില്ല, ധനമില്ല, പക്ഷെ ഒരു പേരുണ്ട്, അത് മാത്രം മതി, ആ നാമം ജപിക്കുക. നിനക്ക് ഞാൻ ഇട്ട പേര് ഗോവിന്ദൻ എന്നാണ്. നിന്നെ ഞാൻ വിളിച്ചിട്ട് എനിക്ക് സന്തോഷം കിട്ടി. നിനക്ക് ഞാൻ രാം എന്ന് പേര് ഒരു നാമം ഉപദേശിച്ച് തന്നിട്ടുണ്ട്, ആ നാമം മാത്രം ജപിക്കുക. അത് എങ്ങനെ ജപിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. ഇതാണ് നിരന്തര സ്മരണ. ചമ്രം പടിഞ്ഞിരുന്ന് രാവിലെ 108 പ്രാവശ്യം ജപമാല പിടിച്ചിട്ട് ഈ വിരൽ തൊടാണ്ട് റോക്കറ്റ് പോണ മാതിരി ശക്തി പോവും, ഇതൊന്നും പറയാണ്ട് ജപിക്കുക. എങ്ങനെ? നീ തുഴയുമ്പോൾ ഓരോ തുഴയിലും രാമ രാമ ജപിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കടത്ത എത്ര തവണ പോയി വരുന്നുണ്ട്, പുലർച്ചെ തൊട്ട് അസ്തമനം വരെ ഗംഗയിൽ അല്ലേ? ഓരോ തുഴയിലും ജപിക്കുക. അകത്തേക്ക് തുഴയുമ്പോൾ രാം, പുറത്തേക്ക് തുഴയുമ്പോഴും രാം. ആ പേര് നിന്നെ ജീവിതത്തിൻ്റെ ഗംഗ കടത്തുമ്പോൾ. അതും പറഞ്ഞിട്ട് അച്ഛൻ മരിച്ചു പോയി. ശേഷാദ്രി സ്വാമികളുടെ അമ്മ മരിക്കണ സമയത്ത് കൊച്ചുകുട്ടിയാണ്. ശേഷാദ്രി സ്വാമികൾ എങ്ങനെ എന്താവും എന്നറിയില്ല. അപ്പം പറഞ്ഞു, നീ തിരുവണ്ണാമല പറഞ്ഞ സ്ഥലത്ത് പോകും, അവിടെ അരുണാചലം പറഞ്ഞിട്ട് ഒരാളുണ്ട്, അയാൾ നിന്നെ രക്ഷിച്ചോളും പറഞ്ഞിട്ട് മരിച്ചുപോയി. ശേഷം ചരിത്രമാണ്. രമണ മഹർഷിക്ക് മുമ്പേ അവിടെ വന്നിരുന്ന അദ്ദേഹമാണ്. അപ്പം 60 വർഷം അച്ഛൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ പാലിച്ചു. ഓരോ തുഴയും ഒരു ജപം, രാം 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 രാം. ആരെയും ചതിച്ചില്ല. രാമൻ്റെ ധർമ്മം ജീവിച്ചു അദ്ദേഹം. പാവപ്പെട്ടവരെ കൂലിയില്ലാണ്ട് കടത്തി. തൻ്റെ കഞ്ഞി വിശക്കടവരുമായിട്ട് പങ്കിട്ട് കഴിച്ചു. ധർമ്മം എന്നുള്ള വാക്കൊന്നും അയാൾക്ക് അറിയില്ല, ഒരു ടെക്സ്റ്റ് ബുക്കും പഠിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം ധർമ്മം ജീവിച്ചു. അതാണല്ലോ ഗ്രേറ്റ്നെസ്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. രാമായണത്തിൽ ഒരു കടത്തുകാരൻ ഗുഹൻ എങ്ങനെയാണോ ശ്രീരാമസ്വാമിയെ ഗംഗ കടത്തിയത്, അതേപോലെ രാമൻ്റെ ജനങ്ങളെ ദിവസവും, രാമൻ്റെ രൂപമുള്ള ജനങ്ങളെ, വിവേകാനന്ദ സ്വാമി പറഞ്ഞ മാതിരി ദരിദ്രനാരായണന്മാരായിട്ടുള്ള സാധാരണക്കാരെ അദ്ദേഹം ഗംഗ കടത്തി. ഹനുമാനെ പോലെ ദിവസവും സേവനവും നാമവും കൊണ്ട് ഗംഗ കടത്തിക്കൊണ്ടിരുന്നു. എന്നാലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ദുഃഖം. ഘാട്ടിലെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, ദൈവത്തിനെ കാണണമെന്നുണ്ടെങ്കിൽ വേദം പഠിക്കണം, കഠിന തപസ് വേണം, യോഗ്യതയുള്ളവർക്ക് അതൊക്കെ കിട്ടുള്ളൂ. അതൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് സങ്കടമാവും. ഈശ്വര ദർശനം എന്നെപ്പോലുള്ളവർക്കുള്ളതല്ല, ഞാനൊരു പാവം തോണിക്കാരൻ, ഞാൻ വെറുതെ റാം എന്ന് വിളിക്കുന്നു. പക്ഷെ ആ പേരിൻ്റെ പിന്നിൽ ഉള്ള മുഖം എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഈ പേര് വിളിക്കാനുള്ള മുഖം ഞാൻ കണ്ടിട്ടില്ല. അതെനിക്ക് ഒരിക്കലും അറിയാനും സാധിക്കില്ല. ഇതേ ചിന്താഗതി നമ്മളിൽ എത്രയോ പേർക്കുണ്ട്. എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇതൊന്നും, എനിക്കൊന്നും സാധിക്കില്ല, നമ്മളൊക്കെ സാധാരണക്കാരല്ലേ എന്ന് പറയും. പക്ഷെ ആ രാമൻ ജീവനുള്ളതാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് ധൈര്യം വരില്ല. അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഒരു പ്രഭാതത്തിൽ മൂടൽമഞ്ഞ് ഗംഗയുടെ മേലെ കിടക്കണ സമയത്ത് ഒരാൾ വെള്ളത്തിൽ കയറിയത്ര. ഒരു മെലിഞ്ഞ മനുഷ്യൻ, ലളിതമായിട്ടുള്ള വസ്ത്രം, ഒരു 24 വയസ്സ് പ്രായം, താടിയുണ്ട്. കൊച്ചു കുട്ടികൾ ചിരിക്കണ മാതിരിയാണ് ചിരിക്കണത്. വളരെ നിഷ്കളങ്കൻ. കണ്ണുകളിൽ ഇങ്ങനെ അപൂർവമായിട്ടുള്ളൊരു ആനന്ദം ഇങ്ങനെ തിളങ്ങണം. ആ വള്ളം പുഴയുടെ നടുവിലെത്തിയ സമയത്താണ് ഒരു കാറ്റ് വീശിയപ്പോൾ ഈ ഗോവിന്ദ് ജപിക്കുന്ന റാം എന്നുള്ള നാമം കാറ്റിൽ കൂടി ഇദ്ദേഹത്തിൻ്റെ ചെവിയിൽ വന്ന് തട്ടി ഈ ചെറുപ്പക്കാരനെ. ആ തട്ടിയ നിമിഷത്തിൽ ഈ ചെറുപ്പക്കാരൻ ഒരു കരിങ്കല്ല് പോലെ അങ്ങനെ നിശ്ചലനായി ബോട്ടിൽ. കണ്ണുകൾ പാതി അടഞ്ഞു, മുഖത്ത് അതിശക്തമായിട്ടുള്ളൊരു പ്രകാശം കൊണ്ട് തിളങ്ങി, അദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവൻ ഒന്ന് വിറച്ചു. ഗോവിന്ദൻ ശ്രദ്ധിച്ചു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. ഇനിയും പകുതി ദൂരം കടക്കാനുണ്ട് നദി. കുറച്ച് കഴിഞ്ഞ് ആ യാത്രക്കാരൻ കണ്ണു തുറന്നിട്ട് ഒരു കൊച്ചു കുട്ടിയെ പോലെ ചിരിച്ചിട്ട് ചോദിച്ചു, നീ എന്താ ജപിക്കണത് തോണിക്കാരാ ചോദിച്ചു അത്രേ. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു നാണത്തോടെ, സ്വാമി ഒന്നുമില്ല, ഞാൻ പാവം, എനിക്കങ്ങനെ അറിവൊന്നുമില്ല, ഞാൻ റാം എന്ന് പറയും, ഒരു ശീലം അത്രയേ ഉള്ളൂ പറഞ്ഞു. ആ യാത്രക്കാരൻ ദക്ഷിണേശ്വരത്ത് ആ പരമഹംസൻ കണ്ണുകൾ നിറഞ്ഞു. ഒരു ശീലോ ചോദിച്ചു അത്രേ. എന്തായി പറയണത്? ഒരു ശീലോ? ആ രാം എന്ന് കേട്ടപ്പോൾ അതിൻ്റെ ഒരു അക്ഷരം പോലും എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. നീ ജപിച്ചത് കാറ്റിൽ എൻ്റെ ചെവിയിൽ വന്ന് അടിച്ചപ്പോൾ എൻ്റെ അകത്ത് അമ്മ ഉണർന്നു. നീ ഒരു ശീലമല്ല ജപിക്കണത് തോണിക്കാരാ, അമൃതാണ് ജപിക്കണത് എന്ന് പറഞ്ഞു. പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു ദൈവദർശനം വലിയ ആൾക്കാർക്കുള്ളതാണെന്ന്. അത് നുണയാടോ, ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാ, തന്നെ പോലെ എനിക്കും അക്ഷരം അറിയില്ല. ദൈവം വേദം വായിക്കണവൻ്റെ അടുത്തല്ല, കുഞ്ഞിനെപ്പോലെ വിളിക്കണവൻ്റെ അടുത്തേക്കാണ് ഓടി വരണത്. അമ്മ പുറത്തു പോയാൽ ഒരു കൊച്ചുകുട്ടി എത്ര ഉള്ളിൽ തട്ടിക്കരയുണ്ടോ അതുപോലെ വ്യാകുലതയോട് കൂടിയിട്ട് വിളിക്കണവൻ്റെ അടുത്തേക്ക് ആ അമ്മയ്ക്ക് വരാതിരിക്കാൻ സാധിക്കില്ല. നീ അക്ഷരമറിയാത്തവനാണ്, വളരെ നല്ലത്, ഒന്നും വായിച്ചിട്ട് നിന്റെ തല കേടുവരില്ല. അഹങ്കാരമില്ലാത്ത ഹൃദയം,
ഈശ്വരൻ അഹങ്കാരമുള്ള കണ്ണാടിയിൽ പ്രതിബിംബിക്കില്ല. കാരണം അഹങ്കാരം കരി പിടിപ്പിച്ച് കിടത്തിയിരിക്കുകയാണ്. അതിലെന്ത് കാണാനാ? ഒന്നും കാണില്ല. അത് അഴുക്ക് പിടിച്ചാണ്. നിന്റെ ഹൃദയം കുഞ്ഞിൻ്റെ പോലെ തെളിഞ്ഞതാണ്. പണ്ഡിതന്മാർ ഈശ്വരനെ കുറിച്ച് സംസാരിക്കണു, എൻ്റെ തോണിക്കാരാ നീ അത് കുടിക്കണു എന്ന് പറഞ്ഞു. ഗോവിന്ദൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സ്വാമി, അപ്പോൾ എൻ്റെ ഈ റാം ജീവനുള്ളതാണോ? എന്നെപ്പോലൊരു പാവത്തിന് ആ നാമത്തിൻ്റെ പുറകിലുള്ള മുഖം കാണാൻ പറ്റുമോ ചോദിച്ചപ്പോൾ പരമഹംസൻ ആ തോണിയിൽ എണീച്ചു നിന്ന് നടന്നു വന്നിട്ട് ഗോവിന്ദൻ്റെ കൈ പിടിച്ചിട്ട്, നീ ജപിക്കണ രാമനും ഞാൻ കാണുന്ന അമ്മയും ഒറ്റാൾ തന്നെ. ഞാൻ ആ രാമനെ ഹനുമാനെ പോലെ സേവിച്ചിട്ടുണ്ട്. നിന്റെ വള്ളവും തുഴയും ഹനുമാന്റെ സേവനാണ്. നിന്റെ രാമൻ ഹനുമാന്റെ ഹൃദയമാണ്. ഇപ്പൊ ഒറ്റ തവണ നീ എന്നെ നോക്കിയിട്ട് രാം എന്ന് പറയുമെന്ന് പറഞ്ഞു അത്ര. അമ്മയെ കാണാൻ കൊതിക്കണ കുഞ്ഞിനെ പോലെ ആഗ്രഹിച്ച് വിളിക്കുകയെന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ അവൻ്റെ കയ്യിലാണ്, ബാക്കിയൊക്കെ അവൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു. ഗോവിന്ദൻ തുഴ താഴെ വെച്ചു. വള്ളം പുഴയുടെ ആ ഒഴുക്കിൽ ഇങ്ങനെ പതുക്കെ അങ്ങനെ സെറ്റിലായി. അങ്ങനെ നിൽക്കില്ലേ, നദിയുടെ നടുക്ക് പുഴ എത്തിയപ്പോൾ കണ്ണടച്ചു. 60 വർഷം കൊണ്ട് ചുണ്ടുകൊണ്ട് ജപിച്ച ആ പേര് ജീവിതത്തിൽ ആദ്യമായിട്ട് ഹൃദയം കൊണ്ട് വിളിച്ചു. ആ വൃദ്ധൻ്റെ മനസ്സിലുള്ള ചെറിയ കുട്ടി, രാമാ നീ ശരിക്കും ഇവിടെ ഉണ്ടോ? ഈ പാവം തോണിക്കാരന് വേണ്ടിയിട്ട് 60 വർഷം ഞാൻ നിൻ്റെ പേര് പറഞ്ഞു. ഒരിക്കൽ മാത്രമെങ്കിലും നിൻ്റെ മോഹമൊന്ന് എനിക്ക് കാണിച്ചു തരൂ. ഞാൻ നിൻ്റെ അല്ലേ ചോദിച്ചു. സഹൃദയവ പ്രപന്നായ, ഞാൻ നിൻ്റേതാണ്. രാമൻ വിഭീഷണന് കൊടുത്ത അതേ വാക്ക്, ഞാൻ നിൻ്റേലാണ്, ഞാനും നിൻ്റെയാണ് അല്ലേ. ആ വാക്കുകൾ പറഞ്ഞ നിമിഷം അദ്ദേഹത്തിന് കണ്ണു തുറക്കാൻ തോന്നിയപ്പോൾ ഗംഗയുടെ വെള്ളത്തിൽ ആ രാവിലത്തെ സൂര്യൻ്റെ സ്വർണ്ണ വെളിച്ചത്തിൽ അദ്ദേഹം ഒരു മുഖം കണ്ടു അത്രേ. പരമഹംസനെ കണ്ടില്ല. നീലമേഘത്തിൻ്റെ നിറം, ധനുസ് വെച്ചിരിക്കണു ചുമലിൽ. അത് ഇങ്ങനെ അത്ര വെച്ചിരിക്കണം, വില്ല് അങ്ങനെ പിടിച്ചിട്ട് ചുമലിൽ വില്ല് ഇങ്ങനെ പിടിച്ചുകൊണ്ട്, കണ്ണുകളിൽ അളവറ്റ കരുണ. 60 വർഷം ചുണ്ടിൽ കൊണ്ടു നടന്ന, പക്ഷെ ഒരിക്കലും വിശ്വസിക്കാൻ ധൈര്യപ്പെടാത്ത, ഇങ്ങനൊരു മുഖമുണ്ട് എന്ന് പോലും അറിയാത്ത ആ രാമനെ ജീവനോട് കൂടിയിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ തൻ്റെ വള്ളത്തിൻ്റെ ഉള്ളിൽ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അദ്ദേഹം ആ പലകയിൽ, വള്ളത്തിൻ്റെ പലകയിൽ വീണിട്ട് കൊച്ചുകുട്ടിയെ പോലെ കരഞ്ഞു. എന്നെപ്പോലുള്ളവർക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു അത്ര. എന്നെപ്പോലുള്ളവർക്ക് അർഹതയില്ല എന്ന് പറഞ്ഞു. 60 വർഷത്തെ ദുഃഖം മുഴുവൻ കരച്ചിൽ ഒഴുകിപ്പോയി. തല ഉയർത്തി നോക്കുമ്പോൾ 2 കൈയും ഇങ്ങനെ വെച്ച് നിന്നിട്ട് പരമഹംസൻ കരയാണ്. ശ്രീരാമൻ പോയിരിക്കുന്നു. അദ്ദേഹവും ആനന്ദത്തിൽ, ഇദ്ദേഹവും ആനന്ദത്തിൽ. മഹാദേവൻ സപ്തർഷികളെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, മക്കളെ നമ്മളിപ്പോൾ പൂജ്യരായി, നമ്മൾ 2 കൂട്ടരും ശൂന്യരായി എന്ന് പറഞ്ഞതുപോലെ ആയി എന്ന് പറഞ്ഞു. ആനന്ദം കൊണ്ട്. കാരണം അയാൾ ഉള്ളിൽ കാണുന്ന അതേ ദൈവത്തിനെ അയാൾ പുറത്തു കണ്ടു. അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവൻ ആ ആനന്ദക്കടലിൽ അറിയണം അമ്മേ രാമനായിട്ട് ആ തോണിക്കാരൻ കണ്ടു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് 2 പേരും ഒരേ രാമനെ കാണുന്നു. 2 തീരങ്ങൾ, ഒരു തീരത്തുനിന്ന് വേറെ തീരത്തേക്കുള്ള യാത്രയിൽ ഒരേ പുഴ, ഒരേ വള്ളം, 2 ആത്മാക്കൾ. മഹാത്മാക്കളുമായിട്ടുള്ള സത്സംഗം സംഭവിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ഫലം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രീരാമസ്വാമിയുടെ ജീവിതം നമ്മളോടത്ത് ചോദിക്കും, നീ എങ്ങനെ ജീവിക്കണമെന്ന് ചോദിക്കും. ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതം നമ്മളോട് ചോദിക്കും, നീ എന്തിനു വേണ്ടി ജീവിക്കണമെന്ന് ചോദിക്കും. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടില്ല, അഥവാ അത് പൂർണ്ണമാകില്ല. എങ്ങനെ ജീവിക്കണമെന്ന് ആദ്യം അറിഞ്ഞാലേ എന്തിനു വേണ്ടി ജീവിക്കണമെന്നുള്ളതിൻ്റെ പർപ്പസ് കിട്ടുള്ളൂ. അതേമാതിരി രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരവില്ലാണ്ട് ആദ്യത്തെ ചോദ്യത്തിന് ആഴം കിട്ടൂല. പർപ്പസ് ഉണ്ടെങ്കിലേ എങ്ങനെ ജീവിക്കണമെന്നുള്ളതിന് ഡെപ്ത് ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ രാമനും രാമകൃഷ്ണനും ഒന്നാവുമ്പോൾ നമ്മുടെ കുടുംബം സാധനാഭൂമിയാകും, നമ്മുടെ ജോലി സേവനമാകും, നമ്മുടെ ബന്ധങ്ങൾ പൂജയാകും, നമ്മുടെ ദുഃഖം ശുദ്ധീകരണമാവും, നമ്മുടെ ജീവിതം തന്നെ രാമായണമാകും. അപ്പോൾ രാമൻ അയോധ്യയിൽ മാത്രമാവില്ല ഉണ്ടാവുക, രാമകൃഷ്ണൻ ദക്ഷിണേശ്വരത്ത് മാത്രമല്ല ഉണ്ടാവുക, നമ്മുടെ ഹൃദയത്തിൻ്റെ ശ്രീകോവിൽ നേരത്തെ നിങ്ങൾ ധ്യാനിച്ചവിടെ പ്രാണപ്രതിഷ്ഠ നടത്തി സ്ഥിരപ്രതിഷ്ഠയിട്ടതുമാകും. അതുകൊണ്ട് വിളിക്കുക കൊച്ചുകുട്ടിയെ പോലെ. ബാക്കിയൊക്കെ അദ്ദേഹം പറഞ്ഞ കഥയെ പറഞ്ഞ മാതിരി അവൻ്റെ കാര്യമാണ്. അവൻ തീരുമാനിക്കും വിളിക്കണോ വേണ്ടയോ എന്ന്. അതുകൊണ്ട് രാമൻ്റെ ധർമ്മം നമ്മുടെ പ്രവൃത്തിയിൽ വരട്ടെ, രാമകൃഷ്ണൻ്റെ ദിവ്യപ്രേമം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ, ഹനുമാൻ സ്വാമിയുടെ ആ സേവാഭാവം നമ്മുടെ കൈകളിൽ വരട്ടെ, ശാരദാംബയുടെ കരുണ നമ്മുടെ ബന്ധങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ സകല തലമുറകൾക്കും ഈശ്വരഭക്തി അളവറ്റതായിട്ടുണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ പ്രഭാഷണത്തിനെ ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കിയിട്ട് ആ ശ്രീരാമകൃഷ്ണദേവൻ്റെയും ശാരദാംബയുടെയും വിവേകാനന്ദ സ്വാമിയുടെയും തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.
ഗുരുവായൂരപ്പ സർവേശ്വര, രാമകൃഷ്ണദേവ സന്തോഷിക്കണേ ഭഗവാനെ. നാരായണ നാരായണ. നമുക്ക് ഈ പരിപാടി 6:45 അവസാനിപ്പിക്കേണ്ടതുണ്ട്. ശരത്തിനോട് ചോദിക്കാനുള്ള ഒരു അവസരമാണ്. എല്ലാവരും ചോദിക്കാൻ ആഗ്രഹമുള്ളത് കൈ ഉയർത്തുകയാണെങ്കിൽ മൈക്ക് കൊടുക്കുക. ഹരേ കൃഷ്ണ. നാരായണ. ലളിതമായിട്ടൊരു കാര്യമാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പേര്? രഞ്ജിത്ത് എന്നാണ്. ഈ അന്ന് പറഞ്ഞപ്പോൾ രാമന് ജനിച്ചൊരു കാര്യം പറഞ്ഞത്. അപ്പോൾ നമ്മളൊക്കെ രാമ എന്ന് ചെല്ലും. അതുപോലെ ശ്രീരാം ജയരാം ജയ് ജയരാം എന്ന് കേട്ടിട്ടുണ്ട്. ശ്രീരാമ ജയരാമ ജയ് ജയരാം. അപ്പോൾ ചെല്ലുമ്പോൾ ഈ അതിൻ്റെ എന്താ വ്യത്യാസമെന്നോ എന്താ എങ്ങനെയാണ്? വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഈ നോർത്തിലൊക്കെ ഗ്രാമ്യമായിട്ട് തുളസീദാസ് ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സംസാരത്തിൽ വായ അടയ്ക്കണം എന്നത്ര രാം എന്ന് പറഞ്ഞ് നിർത്തിക്കോളുന്നു, പിന്നെ മാൻ തുറക്കരുത്. തമാശയായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണക്കാർക്ക് അതായിരിക്കും ഉപകരിക്കുക കൂടുതൽ. ബാക്കിയൊക്കെ യോഗവിദ്യയാണ്. രാമശബ്ദം പ്രാണൻ തന്നെയാണ്, അജപാജപം തന്നെയാണ് രാമനാമം. നമ്മൾ സോഹം ഹംസ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഈ മര എന്ന് പറഞ്ഞാലും രാമാന്നാവണത് അതുകൊണ്ടാണ്. അതിൽ എന്താ പറയുക, ഓംകാരം 5 അക്ഷരങ്ങൾ, പഞ്ചാക്ഷരത്തിൻ്റെ അഷ്ടാക്ഷരം മുഴുവൻ സകലതും എന്തൊക്കെ മന്ത്രശബ്ദങ്ങളായിട്ട് വിശ്വത്തിലുണ്ട് അത് മുഴുവൻ അഗ്നിസ്വരൂപത്തിൽ ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിരിക്കണ സ്ഥലം ഇവിടെയാണ്, അറിയാമല്ലോ, മണിപൂരകത്തിലായിരിക്കുന്നത്. ഇതിനെ ഉണർത്തലാണ്. ഇതിനെ ചെറുതായിട്ടൊന്ന് ചുരുക്കി രാമെന്നോ രാമെന്നോ കൃത്യമായിട്ട് ഇവിടെ ഈ ചക്രത്തിൽ കൊടുത്തുകൊണ്ട് ജപിച്ചാൽ, പറഞ്ഞപ്പോഴേക്കും കത്തി, ജപിച്ചാൽ യോഗാഗ്നിയിൽ ദഹിക്കുക എന്ന് കേട്ടിട്ടില്ലേ? ആ യോഗാഗ്നിയിൽ ദഹിക്കൽ ഇതിവിടെ ജപിച്ചുകൊണ്ടാണ്. സതിയൊക്കെ യോഗാഗ്നിയിൽ ദഹിച്ചു എന്ന് പറയുന്ന ഈ എന്താ പറയുക, രാമനാമം ബ്രഹ്മവാചിയാണ് ശരിക്കും, ബ്രഹ്മാണത്, ബ്രഹ്മശബ്ദമാണ്. ദശരഥൻ തൻ്റെ മൂത്ത മകനെ പേരിട്ടു എന്നേ ഉള്ളൂ. ശിവൻ രാമനാമം ജപിക്കേണ്ടതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ രാം എന്ന് പറഞ്ഞാലും രാമ എന്ന് പറഞ്ഞാലും ഉള്ള സ്കൂളുകൾ ധാരാളമുണ്ട്. കുറച്ചുകൂടെ ഹിന്ദി വൽക്കരിക്കപ്പെടുമ്പോൾ അതിനെ ഒന്ന് മുറിച്ച് മാന്നെഴുതിയിട്ട് താഴെ ഒരു സ്റ്റോപ്പ് കൊടുത്തിട്ട് പറയും. അപ്പോൾ ഇതാണ് നമുക്ക് എളുപ്പത്തിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ടിൻ്റെയും ഒരു വ്യത്യാസം വരാം. സന്തോഷം. ഞാനീ പറയുന്നതൊന്നും അവസാന വാക്കൊന്നും അല്ല കേട്ടോ. അവരവരന്വേഷിച്ച് അവരവർ കണ്ടെത്തുക. എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയണമെന്നാണ്. നമസ്കാരം. എൻ്റെ പേര് രാധാകൃഷ്ണൻ. എനിക്കറിയാം. അങ്ങ് സംഭാഷണ പറ്റി പറഞ്ഞൊരു വലിയൊരു കാര്യം, അതായത് ക്യാൻസർ ബാധിച്ച് നടന്ന സ്ത്രീയെ മിശ്രവിവാഹമായതിൻ്റെ പേരിൽ 2 വിഭാഗം ജനങ്ങളും കൈയൊഴിഞ്ഞിട്ടുള്ള ഒരു ദുഃഖ ജീവിതം. ഇത് ഹിന്ദു സമൂഹം നേരിടുന്ന വലിയൊരു വിപത്താണ്. അതായത് ഭാരതത്തിൻ്റെ അഖണ്ഡത പോലും നശിപ്പിക്കുന്ന ഒരു വിപത്തും കൂടിയാണത്. ഇതിന് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ ഇപ്പോൾ വ്യത്യസ്ത അവിഭാഗത്തിൽപ്പെട്ടവരാണ്. ഒരു ഐക്യം വരേണ്ട സമയത്ത് കാണുന്നില്ല ഈ ഐക്യം. ഇതിനെ നമ്മൾ പരിഹരിക്കാതെ പോയാൽ വരാൻ പോകുന്ന രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും ഭവിഷ്യത്തിനെ കുറിച്ച് ഞാനൊന്നും പറയേണ്ടതില്ലല്ലോ. ഇതെങ്ങനെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അതാണ് ജീവിതത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈശ്വരചിന്തകളും എല്ലാം നമുക്കുണ്ടെങ്കിൽ പോലും ഇവരൊക്കെ ഭജിക്കുന്നവരും ഈശ്വരനെ ഭജിക്കുന്നവരും അമ്പലത്തിൽ 24 മണിക്കൂറൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്ത് ഫലം എന്നൊരു ചോദ്യം അവസാനമുണ്ട്. നമ്മളുടെ നേരെ വരുന്ന സ്വീകരിക്കാൻ പറ്റാത്ത ചില അവസ്ഥകൾ, സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥകൾ, നന്മ ചെയ്തതിന് തിന്മയെ കാണുന്ന ഒരു അവസ്ഥകൾ, ഇതൊക്കെ നമ്മൾ ദുർബലമായത് കൊണ്ടാണ്. അത് നമ്മുടെ ശക്തിമത്തായാലും ഇതൊന്നും ശോഭിക്കില്ല. അതിന് അങ്ങ് ആരാണ് ഒരു മാർഗം കണ്ടുപിടിച്ച് തരിക? എങ്ങനെയാണ് ഈ ജാതി ഉന്മൂലനം ചെയ്യാൻ നമുക്ക് സാധിക്കുക? ജാതി ഉന്മൂലനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈശ്വര സങ്കല്പങ്ങളോ അല്ലെങ്കിൽ ഈശ്വരന്മാരോ ഒന്നും തന്നെ ജാതിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ശരിക്ക് ഈശ്വരന്മാരുടെ രൂപങ്ങൾ നോക്കിയൊക്കെ കറുത്തതാണ്. നമുക്ക് ചിന്തിക്കാതെ സാധിക്കും. അയോധ്യയിരിക്കുന്ന രാമനായാലും
ഞാനും പറയുന്ന കാര്യമില്ല. ഓക്കെ, എനിക്ക് ആദ്യം ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ ഞാൻ സന്തോഷിക്കുന്നു. വളരെ സന്തോഷം രാധാകൃഷ്ണേട്ടാ. നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. ഒറ്റ ഉത്തരം പറയാം, ഈശ്വരനെ അനുഭവമാക്കിയാൽ മതി, ഈശ്വരനെ ആശയമല്ലാണ്ട് എല്ലാം ഒന്നാണെന്നത്. ഇത് ഫണ്ടമെൻ്റലി അകത്തേക്ക് കൊണ്ടുവരാണ്ട് നടക്കില്ല. ഞാൻ കൽപ്പാത്തിയിലുണ്ടായ ഒരു വിഷയം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പ്രഭാഷണങ്ങൾ പറയാറുണ്ട്. കൽപ്പാത്തിയിൽ 1-ാം തേരിൻ്റെ അന്ന് രാത്രിയാണ് മന്തക്കര ക്ഷേത്രത്തിലെ കുതിരയോട്ടം. അപ്പോൾ ഞങ്ങളിങ്ങനെ റോഡിൻ്റെ സൈഡിൽ നിൽക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ കഥയിൽ ഇതിനുള്ള ഉത്തരമുണ്ട്. കാഞ്ചിപീഠത്തിൻ്റെ വേദപാഠശാലയിൽ പഠിക്കാൻ വന്ന കുട്ടികളുടെ കഥ ഞാൻ പറയാറുണ്ട്. ആ പാഠശാലയിൽ വന്നിട്ടുള്ള ഒരു കൊച്ചുകുട്ടി, 10-12 വയസ്സുള്ളൊരു മോൻ, അവൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് ചോദ്യങ്ങൾ ചോദിക്കണം. അദ്ദേഹം ഭജനയൊക്കെ പാടുന്ന ആളാണ്. അവനോട് ചോദിക്കുകയാണ്, കണ്ണാ നീ വേദം എതുക്ക് പഠിക്കറായി എന്ന് ചോദിക്കണം. അപ്പോൾ ഇവൻ പറയുകയാണ്, ഉലകം എന്നാന്ന് തെരിയ വേണ്ടാമാ, ഉലകം എന്നാൻ തെരിഞ്ഞ് എന്ന പ്രയോജനം, നമ്മ ആരെന്ന് അപ്പത്താനേ തെരിയൂ, നമ്മൾ ആരാണെന്ന് അപ്പോഴല്ലേ അറിയുള്ളൂ. നമ്മൾ ആരാണെന്ന് അറിഞ്ഞിട്ട് എന്താ അതിൻ്റെ കാര്യം? എല്ലാമേ ഒன்று പുരിയും, എല്ലാം ഒന്നാണെന്ന് അറിയും. അങ്ങനെ ഒന്നെന്നറിഞ്ഞാൽ എന്ന് മൂപ്പര് ചോദിച്ചാൽ പറയണേ, നിമ്മതിയായി ഇരിക്കലാം. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഈശ്വരനെ അനുഭവമാക്കിയ ഇവരെ പോലുള്ള ശക്തികളെ ഇപ്പോഴും അവരെ പോലും ആശയാക്കി വെക്കുന്നവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. അവരാശയമല്ല, അവരനുഭവമാണ്. ഇതിപ്പോൾ ആരതി കഴിഞ്ഞ് അവസാനിക്കണ സമയത്ത് കുറച്ച് പേർക്കെങ്കിലും എനിക്ക് ഉറപ്പുള്ള ഒരു തരിപ്പുണ്ടായിരുന്നു, ഒരു നിറവ് വരും, നമ്മുടെ എല്ലാ വിഷമങ്ങളും പോകണം, ലയിച്ചു പോകും. ഇത് അതിൻ്റെ ദൈർഘ്യം കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് സാധിക്കും. അല്ലാണ്ട് ശാസ്ത്രാധിഷ്ഠിതം മാത്രമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കുഴപ്പമാണ്. ഇപ്പോൾ ഇവിടെ ശ്രീരാമകൃഷ്ണ മിഷൻ്റെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥ സമുച്ചയം അല്ലെങ്കിൽ ഒരു വോളിയംസ് ആയിട്ടുള്ളതാണ്. എത്ര പേര് വായിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല. വീരവാണി ആഗമാനന്ദ സ്വാമികളുടെ അതിൻ്റെ 2-ാം വോളിയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ അദ്ദേഹം വളരെ ധൈര്യപൂർവ്വം എഴുതി വെച്ചിട്ടുള്ളത്. ഇന്ന് അതൊക്കെ പബ്ലിക്കലി പറയുന്നത് പോലും സൂക്ഷിക്കണം എന്നുള്ളതാണ് അവസ്ഥ. അക്ബർ ചക്രവർത്തിക്ക് സനാതന ധർമ്മത്തിലേക്ക് വരണം എന്ന് ആഗ്രഹമായിരുന്നു, മൂക്കറ്റ ആഗ്രഹമായിരുന്നു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പണ്ഡിതന്മാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ അന്ന് പറഞ്ഞു, ഞങ്ങൾ നാളെ പറയാമെന്ന്. പിറ്റേ ദിവസം അദ്ദേഹം ഉദ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് അവിടെയുള്ള കുളത്തിൻ്റെ അടുത്തേക്ക് ഇവർ ഒരു കഴുതയെ എഴുന്നള്ളിച്ചുകൊണ്ട് പോയിട്ട് ആ കഴുത നേരെ വെള്ളം കോരി തേവിയിട്ട് കരിങ്കല്ല് എടുത്തിട്ട് ഉരയ്ക്കാൻ തുടങ്ങി. കഴുത വേദന കൊണ്ട് തൊലി പൊളിയണ വേദനയിൽ നിലവിളിക്കാൻ തുടങ്ങി. അക്ബർ ശബ്ദം കേട്ട് വേണ്ടി ചോദിച്ചത് എന്താ ഈ കാണിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയുക, ഞങ്ങൾ കഴുതയെ ഉരച്ച് കുതിരയാക്കാൻ നോക്കുകയാണെന്ന്. അദ്ദേഹം പിന്നെ എനിക്ക് സനാതന ധർമ്മത്തിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അപമാനിക്കുകയും ചെയ്തു. എന്നിട്ട് ആഗമാനന്ദ സ്വാമി ഒരു വരി എഴുതിയില്ല, അന്ന് അക്ബർ അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരു ഔറംഗസീബ് ജനിക്കുമായിരുന്നോ? അവിടെയാണ് കിടക്കണത് ഇതിൻ്റെ മർമ്മം. കാശി, മധുര, എത്രയെത്ര ക്ഷേത്രങ്ങൾ, ഗോൽക്കൊണ്ട പോലുള്ള കോട്ടകൾ, എത്രയെത്ര രാജവംശങ്ങൾ, ഹൈദരാബാദിൻ്റെ തന്നെ ഭരണം, വിദ്യാനഗരം എന്ന പേരിൽ ഭാസ്കരരായർ ലളിതാ സഹസ്രനാമത്തിൻ്റെ പരമകുലപതി അദ്ദേഹം ജനിച്ച നഗരമാണ് വിദ്യാനഗരം. അതാണ് ഹൈദരാബാദ്. ഹൈദരാബാദിൻ്റെ യഥാർത്ഥ പേര് വിദ്യാനഗരം എന്നാണ്. അപ്പോൾ അങ്ങനെ എത്രയെത്ര സ്ഥലങ്ങൾ മാറിപ്പോയി, എത്രയെത്ര നവാബുമാർ വന്നു, ഇതൊക്കെ പറയും. ഇനി വേറൊന്ന്, ഷെയ്ഖ് അബ്ദുള്ളയുടെ കാര്യം പറയുന്നുണ്ട്. ഷെയ്ഖ് അബ്ദുള്ളയുടെ മുതുമുത്തച്ഛൻ 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തൻ്റെ അനവധിയായിട്ടുള്ള ആൾക്കാരോട് കൂടിയിട്ട് കാശ്മീരിലെ രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് പറയണം, ഞങ്ങൾക്ക് സനാതന ധർമ്മത്തിലേക്ക് മടങ്ങണം. രാജാവിന് എന്നും സംശയമാണ്. റഫറൻഡം ഉണ്ടാവാനും കാരണം പിൽക്കാലത്ത് അതുകൊണ്ടാണല്ലോ, ആരുടെ സൈഡിൽ പോകണം എന്നുള്ള കൺഫ്യൂഷൻ വന്നത്. അദ്ദേഹം അന്ന് കാശിയിലെ പണ്ഡിതന്മാരുടെ അടുത്ത് ചോദിച്ചു. അവർ പറഞ്ഞു നോ വേ, സാധിക്കില്ല പറഞ്ഞു. അന്ന് അവർ ഉള്ളിൽ വന്നിരുന്നെങ്കിൽ ഇൻസർജൻസി ഉണ്ടാവുമായിരുന്നോ, വിഭജനത്തിൽ കശ്മീർ നഷ്ടപ്പെടുമായിരുന്നോ ചോദിക്കുന്നു. ഇതൊക്കെ കൂടാണ്ട് ഒരു കഥ കൂടെ പറയുന്നുണ്ട്. സാക്ഷാൽ നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ ഹൈന്ദവതറി മൂർത്തിമൽഭാവമായിട്ടുള്ള ചക്രവർത്തി ശിവാജി മഹാരാജാവ് പൂനെയിൽ വെച്ചിട്ടൊരു യാഗം നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം പണ്ഡിതന്മാരെ വിളിച്ചപ്പോൾ പറഞ്ഞു, നീ ശൂദ്രനാണ്, ഞങ്ങൾ യാഗം ചെയ്യില്ല നിൻ്റെ എന്ന് പറയും. എന്നിട്ട് ആഗമാനന്ദ സ്വാമി ചോദിക്കേണ്ട, അതിൽ വെറുത്തിട്ട് മറ്റൊരു മതത്തിലേക്ക് ശിവാജി മഹാരാജാവ് പോയിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? അദ്ദേഹം അത് ചെയ്തില്ലല്ലോ. അതുകൊണ്ട് ധർമ്മത്തിനെ ഉയർത്തിപ്പിടിക്കുന്ന മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. ശിവാജി ഈശ്വരനെ അനുഭവിച്ച ആളായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം വിട്ടുപോകാൻ ചെയ്തു. അതുകൊണ്ട് ഈശ്വരനെ അനുഭവിക്കണം. ഒരു ചെറിയത് കൂടെ പറയാം. ഇത് കഴിഞ്ഞ കാലത്ത് ഒരു പൊളിറ്റിക്കൽ വേദിയിൽ, ഞാൻ പൊളിറ്റിക്കൽ സ്ഥലങ്ങളിൽ പോയി പറയാത്ത ആളാണ്, എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ഗുരുവായൂരപ്പൻ്റെ ഉദയാസ്തമന പൂജ മുടങ്ങിയ സമയത്ത് എന്നെ ജനം TV എന്നെ പിടിച്ചിരുത്തി. അന്ന് ആ സംഭവത്തിൽ അതിൻ്റെ അവതാരകൻ
രാഷ്ട്രീയമായിട്ടൊരു ചോദ്യം ചോദിച്ചു, സാറേ ഇങ്ങനെ നമ്മുടെ മതത്തിന് നേരെ പുറത്തുനിന്നുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു, നമ്മുടെ ഉള്ളിൽ തന്നെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വലിയ വലിയ അറ്റാക്കുകളാണ് നടക്കുന്നത്, നമ്മളിതിനെ എങ്ങനെ പ്രതിരോധിക്കും? നമ്മുടെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. ഇപ്പോൾ രാധാകൃഷ്ണൻ ചോദിച്ച പോലെ വളരെ ഫോക്കസ്ഡ് ആയിട്ടൊരു ചോദ്യമാണ് ചോദിച്ചു, ഈ ക്ഷേത്രങ്ങൾ എങ്ങനെ സംരക്ഷിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഗുരുവായൂരപ്പൻ എൻ്റെ നാക്കിൽ തന്ന ഉത്തരത്തരേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഞാനൊരു സാധാരണ ആളാണ്, പക്ഷെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അകത്ത് ഞാൻ കിടന്ന് കറങ്ങി 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 ഞാൻ കാണാത്ത കാഴ്ചകളില്ല. ഭഗവാൻ എങ്ങനെ ജീവിക്കരുതെന്ന് എന്നെ പഠിപ്പിച്ച സ്ഥലമാണ്, എങ്ങനെ അഭിനയിക്കരുതെന്ന് പഠിപ്പിച്ച സ്ഥലമാണ്. എൻ്റെ യൂണിവേഴ്സിറ്റിയാണ് ഗുരുവായൂർ ക്ഷേത്രം. അപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, പാത്രം കഴുകുന്ന ആൾ തൊട്ടിട്ട് ചെയർമാൻ വരെ, അടിച്ചുതൊളിക്കാരൻ തൊട്ടിട്ട് തന്ത്രി വരെ ഭഗവാനോട് സ്നേഹം ഉണ്ടായാൽ മതി. ഭഗവാന് വിരുദ്ധമായിട്ടൊന്നും ചെയ്യാൻ തോന്നില്ല, ഒരു ഉദയാസ്തമനവും മുടങ്ങില്ല. ഇതന്നെ മാർഗമുള്ളൂ, അല്ലാതെ വേറെ മാർഗമില്ല. ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ ഈശ്വരാനുഭവം തരാൻ വന്നവരെയൊക്കെ ആശയവൽക്കരിച്ച് പ്രതിമയാക്കി വെച്ചുകൊണ്ടിരിക്കുക. അത് ഗുരുദേവനാണ്, നാരായണ ഗുരുദേവനാണെങ്കിലും ചട്ടമ്പിസ്വാമി ആണെങ്കിലും ശ്രീരാമകൃഷ്ണദേവനാണെങ്കിലും ഒക്കെ ജനസാമാന്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ ചില ഐഡിയാസ് മാത്രമാണ്. നിങ്ങൾക്കറിയോ, ഒരു ഭക്തി പ്രസ്ഥാനം, ജാതി അവിടെ നിൽക്കട്ടെ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അതിൻ്റെ തത്വങ്ങളിൽ ആകർഷണമായിട്ട് നടക്കുന്ന കാലത്ത് ഭാരതത്തിലെ വലിയ നമ്മളൊക്കെ അറിയുന്നൊരു ലെജൻഡറി ക്രിക്കറ്റ് പ്ലെയർ, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഞാനും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ആ മഹാത്മാവിൻ്റെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ പറയുന്ന വ്യക്തിയുടെ ഈ ഗുരുനാഥൻ്റെ സ്വന്തം ആളായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഗുരുനാഥൻ്റെ ഒപ്പം നടന്ന ഒരാളായിട്ടുള്ള ഒരാളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ എൻ്റെ സിനിമ ആഡ് ഫിലിമിൻ്റെ വർക്ക്, ഇവിടുത്തെ ഒരു ജ്വല്ലറിയുടെ വലിയൊരു വർക്കായിരുന്നു, അതിൻ്റെ വർക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഞാൻ ഇവനോട് വിളിച്ചു ചോദിച്ചു, നീ നാട്ടിലുണ്ടോ ചോദിച്ചു. അവൻ ബോംബെയിലുണ്ട്, പക്ഷേ എനിക്ക് വരാൻ പറ്റില്ല ശരത്തെ, അച്ഛൻ ഫ്രീ ആണ്. ഞാൻ വിളിച്ചു പറയും, അച്ഛനെ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു. ഞാൻ ആ അച്ഛനെ കാണാൻ വേണ്ടി ചെന്നു. ഒരു വന്ധ്യവയോധികൻ, അന്ന് തന്നെ അദ്ദേഹത്തിന് 2004-05 കാലത്ത് അദ്ദേഹത്തിന് 90 വയസ്സിൻ്റെ മുകളിലുണ്ട്. അദ്ദേഹം ഉള്ളിൽ ചെന്നു. ഞാനപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഇത്രയും വലിയ ഗുരുനാഥൻ്റെ ഒപ്പം നടന്ന ഒരാൾ. പക്ഷേ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഈ വ്യക്തിയെക്കുറിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കലർപ്പുള്ള ഒന്നിലും മനസ്സ് കൊണ്ടുപോകരുത്, അവനവൻ്റെ ഉള്ളിലുള്ള സത്യത്തിനെ വിശ്വസിക്കൂ, പ്രസ്ഥാനങ്ങളുടെ പുറകെ പോണ്ടാ പറഞ്ഞു. അപ്പോൾ ഈ വൃത്തികെട്ട മലയാളിയായിട്ടുള്ള എൻ്റെ തലയിൽ വരുന്ന ചിന്ത എന്താ, ഇയാൾ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് ഇയാളെ പുറത്താക്കിയതായിരിക്കും അവിടുന്ന്, അതുകൊണ്ടാണ് ഇയാളിപ്പോൾ ഇങ്ങനെ പറയണത്. ഇതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇദ്ദേഹം ഉടനെ തന്നെ ചെന്നിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി, എനിക്കത് മനസ്സിലായിട്ടില്ല എന്ന്. അദ്ദേഹം അകത്ത് ചെന്ന് ഒരു സ്കൂൾ പെട്ടി, ഒരു അലൂമിനിയം പെട്ടി കൊണ്ടുവരികയാണ്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അനവധി കത്തുകൾ, ഇദ്ദേഹത്തിന് ഈ പറയുന്ന വ്യക്തി എഴുതിയ കത്തുകൾ. അതിൽ കുറച്ചെണ്ണം നോക്കിയിട്ടൊരു 4-5 എണ്ണം എടുത്തിട്ട് തന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ തലയ്ക്ക് കൂടം കൊണ്ട് അടികിട്ടിയ മാതിരിയുള്ള അങ്ങനെ കത്തുകൾ ഞാൻ അധികം വായിച്ചിട്ടില്ല. അതിൽ 2 കത്തുകളുണ്ടായി. ഇവിടെ ഇങ്ങനൊരു വേദിയിൽ അതൊരിക്കലും പറയാൻ പാടില്ല, പക്ഷെ എന്നാലും അതിൻ്റെ മൂർച്ച ഞാൻ പറയുന്നു. അതിലൊന്ന് എഴുതിയിരിക്കുന്നത് ഇതാണ്, അദ്വൈതി എവിടെ കണ്ടാലും ചെരിപ്പോണ്ടടിക്കണം, ഫസ്റ്റത്തെ. മറ്റൊരു കത്തിൽ എഴുതിയിരിക്കുകയാണ്, രാമകൃഷ്ണ ഈസ് എ നട്ട്, വിവേകാനന്ദ ഈസ് അനദർ നട്ട്, ശങ്കര ഈസ് എ റാസ്കൽ, രമണ ഈസ് ഓൾസോ അനദർ നട്ട്, സ്റ്റേ അവേ ഫ്രം ദം ആൻഡ് ദെയർ പീപ്പിൾ. ആലോചിച്ച് നോക്കൂ, അവരിന്ന് ഹിന്ദുമതത്തിൻ്റെ കൊടി പതാകവാഹകരായിട്ട് നടക്കണു, വ്യാസാവതാരമെന്ന് പറയണു. എങ്ങനെ സാധിക്കുന്നു നമുക്ക്? ഇതാണ് ആദ്യം നോക്കേണ്ടത്. ഞാനിവിടെ ഈ മുതുവറ ക്ഷേത്രത്തിൽ, മുരളിയേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്, മുതുവറ ക്ഷേത്രത്തിൽ ശിവപുരാണം നടത്തുന്ന സമയത്ത് 3-ാമത്തെ ദിവസവും 4-ാമത്തെ ദിവസം ഞാനത് പല പ്രഭാഷണങ്ങളും പറയാറുണ്ട്. യൂട്യൂബിൽ നമ്മുടെ ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ലൈവ് ഹാൻഡിൽ ചെയ്യണം ബ്ലസം വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, ശരത്തേട്ട ഒരു വിചിത്രമായിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ബ്രേക്കിൽ. ഞാൻ നോക്കുമ്പോൾ തിരുനക്കര ക്ഷേത്രത്തിൽ പോയ ഒരാളുടെ കഥയാണ്. അദ്ദേഹവും കുടുംബ സുഹൃത്തുക്കളും കൂടെ തിരുനക്കര ക്ഷേത്രത്തിൽ പോയപ്പോൾ ആ കുടുംബ സുഹൃത്തിൻ്റെ കൂട്ടത്തിലുള്ളൊരു കുട്ടി, 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ശിവനെ തൊഴിലില്ല. അവൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കണം. നീ എന്താ ഭഗവാനെ തൊഴാത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ശിവ ഈസ് എ ഡീമൺ, ഞാൻ തൊഴില്ല. അതെന്താ, ആരാ അങ്ങനെ പറഞ്ഞത്? ഭഗവത്ഗീതയുടെ സ്റ്റഡി ക്ലാസ്സിൽ പ്രഭുജി പറഞ്ഞു. ഞാനിത് തന്ത്രവിദ്യാപീഠത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാധവജി അനുസ്മരണത്തിന്. ഇങ്ങനെ പോയാൽ ഇവിടെ ശിവന്റെയും ദേവിയുടെയും സ്വാമിയുടെയും മുരുകന്റെയും ക്ഷേത്രങ്ങൾ അടച്ചുപൂട്ടുന്ന കാലം വിദൂരല്ല. ജാതിയെക്കാട്ടിലും ഭയാനകമായിട്ടുള്ള ഡിവിഷൻ ഈ കളി. ഈശ്വരന്മാരെയാണ് അവിടെ വെവ്വേറേക്കണത്. നമ്മുടെ ആകെയുള്ള പ്രത്യാശയാണ്. ജാതി അവിടെ നിൽക്കട്ടെ. അപ്പം അതാണ് ആത്യന്തികമായിട്ട് കോറിൽ ഇതാണ് നടക്കുന്നത്. ഒരു അവസരം വന്നുകൊണ്ട് പറഞ്ഞു, ഈശ്വരാനുഭവം ഉണ്ടാക്കുക എന്നുള്ളത് എത്രത്തോളം ശ്രമിക്കാൻ പറ്റുമോ അത്രത്തോളം ഉള്ളിൽ ഈ അതിരുകൾ അലിഞ്ഞു പോകും. ഇന്നിപ്പോൾ ജാതി പറഞ്ഞ 90% പൊളിറ്റിക്കൽ ബെനിഫിറ്റിനും മെറ്റീരിയൽ ബെനിഫിറ്റിനുമാണ്. സ്കോളർഷിപ്പുകൾക്കും ജോലിക്കും
ഗവൺമെൻറ് തന്നെ അതിന് വളം വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇതിപ്പോൾ ഒരു സമരം നടന്നു, ആരെങ്കിലും റിസർവേഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? സംസാരിക്കില്ല. അതിനുള്ള ധൈര്യമില്ല ആൾക്കാർക്ക്. അപ്പോൾ ഇതൊക്കെ ഇൻ്റർമിംഗിളിംഗ് ആയിട്ട് എൻടാങ്കിൾഡായിട്ട് കിടക്കുന്ന വിഷയങ്ങളാണ്. ഇനി ഒരു വിവേകാനന്ദം വരണമില്ല ഇത് പൊളിക്കണമെങ്കിൽ. ആരാ വരിക എന്ന് ചോദിച്ചില്ലേ? വരും, വരാതിരിക്കില്ല, തീർച്ചയായിട്ടും വരും. ഭക്തന്മാർക്ക് ജാതി. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞിട്ടുള്ളത് ഭക്തന്മാർക്ക് ജാതിയില്ല എന്നാണ് പറഞ്ഞിരിക്കണമെന്നാണ് പറഞ്ഞത്. കാരണം ഭക്തന് അനുഭവം ഉണ്ടാവും. അതാണ് സ്വാമിജി പറഞ്ഞു. അടുത്തത്. നമസ്കാരം, എൻ്റെ പേര് അരുൺ എന്നാണ്. ഞാൻ രാമായണമായിട്ട് ബന്ധപ്പെട്ടൊരു സംശയമാണ് ചോദിക്കുന്നത്. സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ രാമായണം വായിക്കുമ്പോൾ നമ്മുടെ രാമൻ്റെ കീഴതാമത്തിൽ നമ്മൾ നിർത്താറുണ്ട്. പക്ഷേ ഈ രാമായണത്തിൽ നമുക്ക് മുഴുവൻ വായിക്കാൻ പറ്റും. പല ഈ ഉത്തരരാമായണം മുഴുവനാറുണ്ട്, രാമായണത്തിൽ ഉത്തരരാമായണം മുഴുവനാറുണ്ട്. അത് വേണ്ടതാണോ? ഈ ഉത്തരരാമായണം ഒഴിവാക്കുന്നതാണോ, അല്ലെങ്കിൽ അത് മുഴുവനായി രാമന്റെ കഥ ഉത്തരരാമായണം കൂടി ചേരുന്നതല്ലാതെ ആ രാമകഥ പൂർണ്ണമാകുന്നുള്ളൂ? ഉത്തരരാമായണം ഒഴിവാക്കുന്നതാണോ അത് ഉൾപ്പെടുത്തേണ്ടതാണോ എന്നുള്ളതാണ് സംശയം. വാസ്തവത്തിൽ ഇതിപ്പോൾ OTTയുടെ കാലമാണുള്ളത്. ഒരു സീസൺ സീരിയൽ ഹിറ്റായ സെക്കൻഡ് സീസൺ ഉണ്ടാവും, മൂന്നാമത്തെ സീസൺ ഉണ്ടാവും. ഉത്തരരാമചരിതം ശരിക്കും പ്രക്ഷിപ്തമാണ്. ശംഭുവിനെ കൊന്നതും സീതയെ ഉപേക്ഷിച്ചതും ഒക്കെ പിൽക്കാലത്ത് എഴുതപ്പെട്ടതാണ്. ശ്രീരാമസ്വാമിയുടെ കഥ ശരിക്കും വാൽമീകി പറഞ്ഞ പ്രകാരം അതിന് അവലംബമായിട്ടുള്ള 1,00,000-ലധികം ശ്ലോകങ്ങളിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഹനുമാന്റെ രാമായണം എന്ന് പറയുന്ന ഒരു രാമായണമുണ്ട്. അതാണത്തെ ആദ്യത്തെ രാമായണം. അതിൻ്റെ 1-2 വരികളൊക്കെ കാശിയിൽ അവിടെ ഇവിടെയൊക്കെ ചിലരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്, നഷ്ടപ്പെട്ടു പോയി. ആ രാമായണങ്ങളിലൊക്കെ തന്നെ പട്ടാഭിഷേകത്തോട് കൂടിയിട്ട് അത് അവസാനിക്കും. അതിന് കാരണം എന്താ വെച്ചാൽ ഇത് യോഗവിദ്യയാണ്. രാമായണം ശരിക്കും ഒരു ഹിസ്റ്റോറിക്കലി ജീവിച്ച ഒരാളുടെ കഥ എന്നുള്ളതിലുപരി ഒരു യോഗവിദ്യയുടെ ഇതാണ്. അതിൻ്റെ പരിസമാപ്തി പട്ടാഭിഷേകം ശരിക്കും ഒരു വ്യക്തി, ഒരു സാധകൻ തൻ്റെ പൂർണ്ണ സാക്ഷാത്കാരം നേടുന്ന അവസ്ഥയാണ്. അത് അവിടെ അവസാനിച്ചു. ഫർദർ ഇവിടുന്ന് അങ്ങോട്ട് ചിന്തയില്ല. അധ്യാത്മരാമായണത്തിൽ പോലും എഴുത്തച്ഛൻ അത് 2 ഘട്ടമായിട്ട് എഴുത്തച്ഛൻ ഞാൻ ചില പ്രഭാഷണങ്ങളൊക്കെ പറയുണ്ടായിട്ടുണ്ട്. സി രാധാകൃഷ്ണ സാറിൻ്റെ നോവലിൽ അത് ഗംഭീരമായിട്ട് സങ്കീർത്തനം പോലെയും പറഞ്ഞിട്ടുണ്ട്. സാമൂതിരിയുടെ വിലക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സാമൂതിരി നാട്ടിൽ പ്രവേശിക്കണേൽ അദ്ദേഹം കുട്ടികൾ സാധാരണക്കാരെ അക്ഷരം പഠിപ്പിച്ചു, മലയാള ഭാഷയ്ക്ക് ലിപി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് ചമ്രവട്ടത്തിൻ്റെ അടുത്ത് ചക്കിലിട്ടത്. കൊല്ലാനാണ് പറഞ്ഞത്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ഇടപെട്ടിട്ട് ചക്കിലിട്ടു. പക്ഷെ മലമൂത്ര വിസർജനത്തിന് പോലും ചങ്ങല കഴിച്ചിട്ട് ചക്കിന്ന് പോകാൻ പറ്റില്ല. രാവിലെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന എള്ള് വൈകുന്നേരം ആകുമ്പോഴേക്ക് ആട്ടി എണ്ണയാക്കി കൊടുക്കണം. കാളയല്ല എഴുത്തച്ഛൻ ചക്ക് തള്ളണം. ഈ തള്ളി 8 കൊല്ലമാണ് കിടന്നത് അദ്ദേഹം ചക്കിൽ. ആ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായ ആത്മാനുഭൂതിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം കാലി ചങ്ങലയോട് കൂടിയിട്ട് ഇരുന്ന് എഴുതിയതാണ് നമ്മൾ ഈ വായിക്കുന്ന പട്ടാഭിഷേകം വരെയുള്ള അധ്യാത്മരാമായണം. ബാക്കി ഭാഗം പിൽക്കാലത്ത് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശരിക്ക് അതിൻ്റെ നാച്ചുറൽ ക്ലൈമാക്സ് പട്ടാഭിഷേകമാണ്. ഉത്തരരാമചരിതം എടുത്തിട്ട് നമുക്കതിന്ന് യോഗശാസ്ത്രമൊന്നും പിരിക്കാൻ കിട്ടില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത്രയും കഥ എത്തി എന്നാൽ കുറച്ചുകൂടെ സീസൺ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് പോലെ സംഭവിച്ചില്ല. അത് ഈ ഭവഭൂതർ ഉത്തരരാമചരിതം വരുന്നതോട് കൂടിയിട്ടാണ് അതിന് ഇത്രയ്ക്കും പ്രാധാന്യം വരുന്നത്. വാൽമീകി ആണെങ്കിലും ഇവൻ അത്ഭുത രാമായണത്തിലാണെന്നുണ്ടെങ്കിലും രാമാക്കിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് മലേഷ്യയിലുള്ളൊരു രാമായണമുണ്ട്. അതിൽ പോലും പട്ടാഭിഷേകമുള്ള അതിൻ്റെ ഗ്രാൻഡ് ക്ലൈമാക്സ് ആണ്. അതോടുകൂടി അവിടെ അവസാനിക്കുകയാണ്. അതിനുശേഷം രാവണനെ വധിച്ചതിൻ്റെ പ്രായശ്ചിത്തത്തിനായിട്ട് ഹരിദ്വാറിൻ്റെ അടുത്തേക്ക് ദേവപ്രയാഗിലേക്ക് രാമൻ പോയി എന്നൊക്കെ പറഞ്ഞു. നമ്മളിന്ന് എന്താ വെച്ചാൽ റീജിയണൽ റിസൻഷൻസിനെയും ഒക്കെ മെയിൻ കോർ ടെക്സ്റ്റിലേക്ക് കലർത്തിക്കൊണ്ടുള്ളൊരു കളിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇന്നിപ്പോൾ എല്ലാവരുടെയും വിചാരം ഇതൊക്കെ രാമായണമാണ്. പക്ഷേ വാസ്തവത്തിൽ കോർ രാമായണം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറുണ്ടതിൽ. അത് എന്താ പറയുക, യോഗശാസ്ത്രമായിട്ടുള്ള കാഴ്ചപ്പാടിൽ സമാധി ഭാഷയിൽ കണ്ടൊരു കാര്യം എന്ന നിലയ്ക്ക് തന്നെ കാണുകയാണെങ്കിൽ അത് പട്ടാഭിഷേകത്തിൽ അവസാനിക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ സ്വപ്നം കാണുന്നത് പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ട് എന്താ മീനിങ് എന്ന് ചോദിക്കും. അത് ചോദിക്കണം ആ സീരിയസ്നെസ് പോലും നമുക്കൊരു രാമായണം വായിക്കുമ്പോഴോ മഹാഭാരതം വായിക്കുമ്പോഴോ ഇല്ല. കാരണം ഇത് സമാധിയിൽ കണ്ട കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഏത് തലത്തിലായിരിക്കും. അതിനാണ് നമ്മൾ സമാധി ഭാഷ എന്ന് പറയുന്നത്. ഉത്തരരാമചരിതത്തിൽ നമുക്ക് സമാധി ഭാഷ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് രാമായണത്തിൽ അതുപോലും
ബാലകാന്ഡം പോലും എഴുതി ചേർക്കപ്പെട്ടതാണ്. ബാലകാന്ഡം പോലും വാൽമീകി രാമായണത്തിൽ പിൽക്കാലത്ത് എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളതാണ്. അത്രയും കൺഫ്യൂസിംഗ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ലാംഗ്വേജ് ജമ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സൗന്ദര്യലഹരിയിൽ ആദ്യത്തെ 40 ശ്ലോകം കഴിഞ്ഞാൽ ഭാഷ ചാടും. കണ്ടറിയാം അത് വേറെ ആരോ എഴുതിയതാണ്. കുമാരസംഭവത്തിൽ പല ശ്ലോകങ്ങളും കുറച്ച് കഴിയുമ്പോൾ ചാടാൻ തുടങ്ങും. നമുക്കറിയും ലാംഗ്വേജ് മാറുന്നതറിയും. ഒരു ശൈലി എഴുതി വരുന്നത് ജമ്പ് ചെയ്യണതറിയും. അതേപോലെ പിന്നെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഉത്തരാവേദം വായിക്കും. പിന്നെ എൻഡ് ഓഫ് ദി ഡേ നമുക്കൊക്കെ മോക്ഷവും സാക്ഷാത്കാരവും ജീവിതത്തിൽ സമൃദ്ധിയൊക്കെ വേണമെന്നുള്ളതുകൊണ്ടാണ് ഒരു പോസിറ്റീവ് മൈൻഡോണ്ടാണ് പട്ടാഭിഷേകത്തിൽ അവസാനിക്കണമെന്ന് കാരണവന്മാർ പറഞ്ഞു വെച്ചത്. ഞാൻ മുഴുവൻ കഥയെ വായിക്കുള്ളൂ നിർബന്ധമാണ് വായിക്കാൻ, കുഴപ്പമൊന്നുമില്ല. ആസ് ലോങ് ആസ് ദാറ്റ് നെഗറ്റിവിറ്റി ഡസൻറ്റ് ഗെറ്റ് അബ്സോർബ്ഡ് ഇൻ ടു യുവർ സിസ്റ്റം. അത്രേ ഉള്ളൂ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര, രാമകൃഷ്ണദേവ സന്തോഷിക്കണേ ഭഗവാനെ. നാരായണ.